ഹായ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ബേസിക് ഐഡിയാസ് ആണ്. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വലൻസ് കണ്ടു. അതുപോലെ ഏതൊരു തരം തിയറിയാണ്, ഗ്രാവിറ്റി ഒരു ഫോഴ്സ് അല്ല, ഇറ്റ്സ് ജസ്റ്റ് സ്പേസ് ടൈം കർവേച്ചർ എന്നിങ്ങനെയൊക്കെ നമ്മൾ കണ്ടു. അതുമാത്രമല്ല, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ഗ്രാവിറ്റിയെ കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും മികച്ച തിയറിയും കൂടിയാണ്. ദാറ്റ്സ് ദ ബെസ്റ്റ് തിയറി വി ഹാവ് ഓഫ് ഗ്രാവിറ്റി, ഓർ ഇറ്റ്സ് ദി തിയറി ഓഫ് ഗ്രാവിറ്റി. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോസ്മോളജി ആണ്. കോസ്മോളജി എന്ന് പറയുന്നത് യൂണിവേഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി, എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത്, വാട്ട് ആർ ദ തിങ്സ് ഹാപ്പനിങ് ഇൻ കോസ്മോളജി, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദി ഇവല്യൂഷൻ ഓഫ് അവർ യൂണിവേഴ്സ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കോസ്മോളജിയിൽ പഠിക്കുന്നത്. ഇറ്റ് സ്റ്റഡീസ് അബൌട്ട് ദി യൂണിവേഴ്സ് ഇൻ ജനറൽ. കോസ്മോളജിയിലേക്ക് കിടക്കുമ്പോൾ വിൽ ജസ്റ്റ് ഓൺലി ഹാവ് എ വെരി സർഫസ് വ്യൂ, ഒരു ഓവർവ്യൂ. കോസ്മോളജിയുടെ ഒരു ഓവർവ്യൂ മാത്രമാണ്. അപ്പോൾ ഇതിൽ രണ്ട് ഭാഗങ്ങളാണല്ലോ. ഒന്ന് ഫസ്റ്റ് വിൽ സർവേ കോസ്മോളജി, വിൽ ഹാവ് എൻ ഓവർവ്യൂ ഓഫ് കോസ്മോളജി ആസ് സച്ച്. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന വിൽ സി in the next presentation, we'll see how these discoveries are incorporated into general theory of relativity. Why general theory of relativity? അതിന്റെ കാരണം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണ് ഗ്രാവിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന തിയറി, അല്ലെ ഗ്രാവിറ്റിയെ വിവരിക്കുന്ന തിയറി. നമ്മുടെ യൂണിവേഴ്സിന്റെ ലാർജ് സ്കെയിൽ സ്ട്രക്ചറിനെ ഗവേൺ ചെയ്യുന്നത് ഗ്രാവിറ്റിയാണ്. നമുക്കറിയാം ഫോഴ്സസ്, നമ്മൾ ഗ്രാവിറ്റി എന്നുള്ളത് ഫോഴ്സ് അല്ലാന്ന് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ പറഞ്ഞു. പക്ഷെ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ ഫോഴ്സ് എന്ന വാക്ക് ഉപയോഗിക്കാം. ജസ്റ്റ് ഹാവ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ആക്ച്വലി എ ഫോഴ്സ്. നമുക്കറിയാം യൂണിവേഴ്സിൽ 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് ആണുള്ളത്: ഗ്രാവിറ്റി, ഇലക്ട്രോമാഗ്നറ്റിക്, വീക്ക് ന്യൂക്ലിയർ ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ. ഈ വീക്ക് ന്യൂക്ലിയറും സ്ട്രോങ് ന്യൂക്ലിയറും ന്യൂക്ലിയസിന്റെ ഉള്ളിൽ തന്നെ കൺഫൈൻഡ് ആയിട്ടുള്ള ഫോഴ്സസ് ആണ്. ദീസ് ആർ ഷോർട്ട് റേഞ്ച് ഫോഴ്സസ്. യു മൈറ്റ് ബി ഫെമിലിയർ വിത്ത് ദിസ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ചാർജസ് തമ്മിലാണ് ഉള്ളത്. ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് രണ്ട് ഒബ്ജക്ട്സിന്റെ ഇടയിൽ ആക്ട് ചെയ്യണമെങ്കിൽ ദേ ഹാവ് ടു ബി ചാർജ്ഡ്. നമുക്കറിയാം യൂണിവേഴ്സ് ഇൻ ജനറൽ ഇറ്റ്സ് ന്യൂട്രൽ. നമ്മൾ ഇന്ന് കാണുന്ന യൂണിവേഴ്സ്, ദ പ്രസന്റ് യൂണിവേഴ്സ് ഇസ് ന്യൂട്രൽ. യൂണിവേഴ്സിലുള്ള ഒബ്ജക്ട്സ് ന്യൂട്രൽ ആണ്. അതുകൊണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ലോങ് റേഞ്ച് ഫോഴ്സ് ആണെങ്കിലും നമ്മുടെ യൂണിവേഴ്സിന്റെ ലാർജ് സ്കെയിൽ സ്ട്രക്ചറിനെ അത് ബാധിക്കുന്നില്ല. ഓക്കെ. പിന്നെ ആകെയുള്ള ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റി അഗൈൻ ഇസ് എ ലോങ് റേഞ്ച് ഫോഴ്സ് ആൻഡ് ഇറ്റ് ഇസ് ദ ഓൺലി ഫോഴ്സ് ദാറ്റ് ഗവേൺസ് ദ ലാർജ് സ്കെയിൽ സ്ട്രക്ചർ ഓഫ് ദ യൂണിവേഴ്സ്, അല്ലെങ്കിൽ ദാറ്റ് ഡിറ്റർമിൻസ് ദ ലാർജ് സ്കെയിൽ സ്ട്രക്ചർ ഓഫ് ദ യൂണിവേഴ്സ്. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റിയെ കുറിച്ചുള്ള തിയറി കോസ്മോളജിയെ കുറിച്ചും സ്വാഭാവികമായിട്ടും പറയേണ്ടി വരും. ആൻഡ് ഒബ്വിയസ്ലി ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇൻകോർപ്പറേറ്റ്സ് these findings of cosmology. കോസ്മോളജിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അടുത്ത പ്രസന്റേഷനിൽ കാണും. ഈ പ്രസന്റേഷൻ നമ്മൾ കാണാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. 3 സർപ്രൈസിംഗ് ഫീച്ചേഴ്സ് അബൌട്ട് അവർ യൂണിവേഴ്സ്. ഇറ്റ് മേ നോട്ട് ബി സർപ്രൈസിംഗ് നൗ, പക്ഷെ ഇത് കണ്ടുപിടിച്ച കാലത്ത് ഇറ്റ് വാസ് സർപ്രൈസിംഗ്. ഒന്നാമത്തെ സർപ്രൈസിംഗ് ഡിസ്കവറി ദാറ്റ് ദ യൂണിവേഴ്സ് ഇസ് എക്സ്പാൻഡിങ്. അപ്പോൾ ആദ്യകാലത്ത് വിചാരിച്ചിരുന്ന യൂണിവേഴ്സ് സ്റ്റാറ്റിക് ആണ്. ഇറ്റ്സ് ഇൻഫിനിറ്റ്, ഇറ്റ്സ് സ്റ്റാറ്റിക്, നത്തിങ് ചേഞ്ചസ് എന്നാണ് കരുതിയിരുന്നത്. കാരണം നമ്മൾ പെട്ടെന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ യൂണിവേഴ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ടൊന്നും കാണാൻ കഴിയില്ല. വി സീ ദ സെയിം സോർട്ട് ഓഫ് തിങ്. ബട്ട് ദെൻ Edwin Hubble through his observations found that universe is actually expanding. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഫിൽഡ് വിത്ത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. നമ്മൾ യൂണിവേഴ്സിന്റെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും യു വിൽ ഒബ്സർവ് ദാറ്റ് there is some electromagnetic radiation coming to you. മറ്റൊരു കാര്യം, നമ്മൾ കാണുന്നതിനേക്കാളും കൂടുതൽ മാസ് ഈ യൂണിവേഴ്സിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഗാലക്സീസിന്റെ മാസ് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന വിസിബിൾ മാസിനേക്കാളും വളരെ അധികമാണ് അതിന്റെ ആക്ച്വൽ മാസ്. എന്ന് മാത്രമല്ല, വിസിബിൾ മാസ് എന്ന് പറയുന്നതിന്റെ ടോട്ടൽ മാസിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. മോസ്റ്റ് ഓഫ് ഇറ്റ് ഇസ് ഹിഡൻ ഫ്രം അവർ വ്യൂ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോസ്മോളജി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡാർക്ക് എനർജി എന്ന് പറഞ്ഞ കോൺസെപ്റ്റും കൂടി നമ്മൾ ഇതിന്റെ കൂടെ ഡിസ്കസ് ചെയ്യും. ആദ്യത്തെ എക്സ്പാൻഷൻ ഓഫ് ദി യൂണിവേഴ്സ്. യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഹബിൾ ആക്ച്വലി കണ്ടുപിടിച്ചത്. അദ്ദേഹം ഡിസ്റ്റന്റ് ഗാലക്സീസ്, നമ്മുടെ ലോക്കൽ ക്ലസ്റ്ററിലുള്ള ഗാലക്സീസ് അല്ല, ഡിസ്റ്റന്റ് ഗാലക്സീസിനെ ഒബ്സർവ് ചെയ്യായിരുന്നു. അതിനുള്ള ഒബ്സർവേഷണൽ ടെക്നിക്സ് ഒക്കെ അവൈലബിൾ ആയിരുന്ന കാലത്ത്. അപ്പോൾ അവിടെ നിന്നുള്ള ലൈറ്റ് ഇദ്ദേഹം കണ്ടുപിടിച്ചു. അവിടെ നിന്നുള്ള ലൈറ്റ് ഇറ്റ്സ് ഡോപ്ലർ ഷിഫ്റ്റഡ്. ഇറ്റ്സ് ആക്ച്വലി റെഡ് ഷിഫ്റ്റഡ്. He saw that it is red shifted. The light from galaxies are red shifted. റെഡ് ഷിഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന അതിന്റെ ടിപ്പിക്കൽ സ്പെക്ട്രം നമുക്ക് എന്താണ് പ്രതീക്ഷിക്കുന്നത് അറിയാം. അതിൽ നിന്ന് റെഡ് ഷിഫ്റ്റഡ് ആണ്. അതായത് റെഡ് ഷിഫ്റ്റഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വേവ് ലെങ്ത് ഇൻക്രീസ്ഡ് ആണ്. ഈ വേവ് ലെങ്ത്തിലുള്ള ഇൻക്രീസ് നമ്മൾ ഡോപ്ലർ എഫക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ. സോഴ്സും ഒബ്സർവറും തമ്മിൽ ഒരു റിലേറ്റീവ് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ, റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. അതിൽ വേവ് ലെങ്ത്തിലുള്ള ചേഞ്ചിനെ കാണിക്കുന്ന ഇക്വേഷൻ ഇതാണ്: ലാംഡ പ്രൈം ഈസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ റൂട്ട് ഓഫ് 1 + v/c ഡിവൈഡഡ് ബൈ 1 - v/c.
ഇതിനാണെങ്കിൽ നമുക്ക് lambda 1 plus v by c divided by square root of 1 minus v square by c square എന്ന് എഴുതാം. Right? Just divide throughout the numerator and denominator by 1 plus v by c. Okay. Sorry, multiply numerator and denominator by 1 plus v by c. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെ v എന്ന് പറയുന്നത് it represents the relative velocity between the source of the light and the observer. Lambda prime is the wavelength we measure on Earth, and lambda is the wavelength emitted by the moving star or galaxy in its own rest frame. Okay. നമ്മളൊരു സ്റ്റാർ എടുക്കുകയാണെങ്കിൽ ആ സ്റ്റാറിൽ നിന്നുള്ള ലൈറ്റ് റെഡ് ഷിഫ്റ്റഡ് ആണെങ്കിൽ, അതിന്റെ സ്പെക്ട്രം റെഡ് ഷിഫ്റ്റഡ് ആണെങ്കിൽ വിൽ നോ ദാറ്റ് ഇറ്റ്സ് മൂവിങ് അവേ ഫ്രം us. അത് ബ്ലൂ ഷിഫ്റ്റഡ് ആണെങ്കിൽ, അതായത് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നതെങ്കിൽ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഇൻക്രീസ്ഡ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ വിൽ നോ ദാറ്റ് ഇറ്റ് ഈസ് കമ്മിങ് ടുവേർഡ്സ് us. The star is coming towards us. Alright? അപ്പോൾ ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. But how exactly do we do this? നമുക്കറിയാം സ്റ്റാറിൽ നിന്നുള്ള ലൈറ്റ് നമ്മൾ ഡിസ്റ്റന്റ് ഗാലക്സീസിനെ ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെയുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റാറിനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാർസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ്, റൈറ്റ്, ഇറ്റ് ഹാസ് എ കണ്ടിന്യൂസ് സ്പെക്ട്രം, റൈറ്റ്, യു ഗെറ്റ് റേഞ്ച് ഓഫ് വേവ് ലെങ്ത്, കണ്ടിന്യൂസ് സ്പെക്ട്രം ഓഫ് വേവ് ലെങ്ത്. പക്ഷേ ഈ ലൈറ്റ് സ്റ്റാറിന്റെ അറ്റ്മോസ്ഫിയറിലൂടെ കടന്നു പോകുമ്പോൾ സം ഓഫ് ദ ലൈറ്റ് ഇസ് അബ്സോർബ്ഡ് ബൈ ദ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഇതിന്റെ കാരണം നിങ്ങൾക്കറിയാം, ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഈ സ്റ്റാറിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള ചില ഗ്യാസസ്, ഓക്കെ, ഈ ഗ്യാസസിന്റെ രണ്ട് എനർജി ലെവൽസ്, ഗ്യാസിന്റെ ആറ്റംസ് ഉണ്ട്, ഈ ആറ്റംസിന്റെ രണ്ട് എനർജി ലെവൽസ് തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആണ് എക്സാക്ട്ലി ലൈറ്റിന്റെ എനർജി എങ്കിൽ ദ ആറ്റം വിൽ അബ്സോർബ് ദിസ് ലൈറ്റ് ആൻഡ് ഗോ ടു എ ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഇങ്ങനെ ഒരു ഗ്യാസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈ നിശ്ചിത വേവ് ലെങ്ത്സ് മിസ്സിംഗ് ആയിരിക്കും. നമ്മുടെ സ്പെക്ട്രത്തിൽ നിന്നും നിശ്ചിത വേവ് ലെങ്ത്സ് മിസ്സിംഗ് ആയിരിക്കും. റൈറ്റ്, അതാണ് ഇതിനെ നമ്മൾ അബ്സോർപ്ഷൻ ലൈൻസ് എന്ന് പറയുന്നത്. റൈറ്റ്, നമ്മൾ ഇറ്റ് വിൽ ബി എ കണ്ടിന്യൂസ് സ്പെക്ട്രം, ഓക്കെ, ബട്ട് സം വേവ് ലെങ്ത്സ് വിൽ ബി മിസ്സിംഗ്. റൈറ്റ്, അപ്പോൾ ഈ മിസ്സിംഗ് ആയിട്ടുള്ള വേവ് ലെങ്ത്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡാർക്ക് അബ്സോർപ്ഷൻ ലൈൻസ് ഉണ്ടാവുക. റൈറ്റ്, സോ വിൽ ഹാവ് എ ഫ്യൂ ഡാർക്ക് അബ്സോർപ്ഷൻ ലൈൻസ്. I think this is clear, right? അപ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ഇതാണ്. നമ്മളിവിടെ ഇങ്ങനെ ഈ രീതിയിലൊരു അബ്സോർപ്ഷൻ സ്പെക്ട്രയുടെ എക്സ്പെരിമെന്റ് നടത്തുകയാണെങ്കിൽ, റൈറ്റ്, അതായത് ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, ഒരു വൈറ്റ് ലൈറ്റ് സോഴ്സ് ഉണ്ട്, ഓക്കെ, ആൻഡ് ദെൻ യു ആർ സെൻഡിങ് ദ ലൈറ്റ് ത്രൂ എ ഗ്യാസ്. ലൈറ്റിനെ ഗ്യാസിലൂടെ കടത്തി വിടുകയാണ്, റൈറ്റ്. എന്നിട്ട് അതിന്റെ പ്രിസത്തിലൂടെ കടത്തി വിട്ട് ഇതിന്റെ സ്പെക്ട്രം നോക്കുകയാണെങ്കിൽ യൂഷ്വലി നമുക്ക് കിട്ടുന്നുണ്ട്, ഈ ഗ്യാസ് ഇവിടെ ഇല്ലെങ്കിൽ, റൈറ്റ്, ഗ്യാസ് ഇവിടെ ഇല്ലെങ്കിൽ യു വിൽ ഗെറ്റ് വിബ്ജിയോ, റൈറ്റ്. നമ്മുടെ വിസിബിൾ സ്പെക്ട്രം എടുത്ത് നോക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് വിബ്ജിയോ, റൈറ്റ്, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ അപ് ടു റെഡ്, യു വിൽ ഗെറ്റ് ദിസ്. ഓക്കെ, പക്ഷേ ഗ്യാസിലൂടെ കടത്തി വിടുകയാണെങ്കിൽ ഇറ്റ്സ് ടിപ്പിക്കൽ ഓഫ് ദ ഗ്യാസ്. ഗ്യാസിലെ ആറ്റംസ് അനുസരിച്ച് സം വേവ് ലെങ്ത്സ് വിൽ ബി മിസ്സിംഗ്, സം ഓഫ് ദ വേവ് ലെങ്ത്സ് വിൽ ബി മിസ്സിംഗ്. ഈ മിസ്സിംഗ് വേവ് ലെങ്ത്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ ഡാർക്ക് ബാൻഡ്സ് അല്ലെങ്കിൽ ഡാർക്ക് ലൈൻസ് ഉണ്ടാവും. ഇതിനാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. Okay, that's the basic idea. So a light source produces a continuous range of wavelengths, some of which are absorbed by gaseous element. The result is a continuous rainbow spectrum with dark lines at wavelengths where the light was absorbed by the gas. Okay. So ഈ നോൺ വേവ് ലെങ്ത്സും, ഓക്കെ, ഏത് വേവ് ലെങ്ത്തിലാണ് ഈ അബ്സോർപ്ഷൻ ലൈൻസ് വരുന്നത് നമുക്കറിയാം, ഡിപ്പെൻഡിങ് ഓൺ ദ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് സ്റ്റാർ. So comparison between the non wavelengths and the Doppler shifted wavelengths. പക്ഷെ നമ്മൾ ആക്ച്വലി സ്റ്റാറിന്റെ ലൈറ്റ് ഒബ്സർവ് ചെയ്യുമ്പോൾ വി സെഡ് ദാറ്റ് ദ വേവ് ലെങ്ത്സ് ആർ ഡോപ്ലർ ഷിഫ്റ്റഡ്. അതുകൊണ്ട് ഈ അബ്സോർപ്ഷൻ ലൈൻസും ഡോപ്ലർ ഷിഫ്റ്റഡ് ആയിരിക്കും. ദേ വിൽ ബി ഡോപ്ലർ ഷിഫ്റ്റഡ്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുന്നതിലൂടെ വി ക്യാൻ നോ ഹൗ ഫാസ്റ്റ് ദ സ്റ്റാർ ഇസ് ആക്ച്വലി മൂവിങ്. ഡോപ്ലർ ഷിഫ്റ്റിന്റെ ഫോർമുലയിൽ ജസ്റ്റ് ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് വി. ഓക്കെ, അതായത് അബ്സോർപ്ഷൻ മെഷർ ചെയ്യുന്നതിലൂടെ യു ക്യാൻ ഫൈൻഡ് ലാംഡ പ്രൈം. ഓക്കെ, വി ഓൾറെഡി നോ ലാംഡ, ഏത് വേവ് ലെങ്ത്തിലാണ് അബ്സോർപ്ഷൻ, ഏത് വേവ് ലെങ്ത്തിലാണ് ഈ ഡാർക്ക് ലൈൻസ് പ്രതീക്ഷിക്കേണ്ടത് നമുക്കറിയാം. Alright, so you just substitute this in the equation for Doppler shift, and then you get the velocity at which the star is moving, the speed with which the star is moving. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാർസ് അല്ലെങ്കിൽ ഗാലക്സീസ് മൂവ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കാണുന്നു. ഓക്കെ, നമ്മുടെ ഗാലക്സി തന്നെയുള്ള സ്റ്റാർസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സം ഓഫ് ദം ആർ മൂവിങ് ടുവേർഡ്സ് us, സം ഓഫ് ദം ആർ മൂവിങ് away from us. പക്ഷെ നമ്മൾ ഡിസ്റ്റന്റ് ഗാലക്സീസിൽ നിന്നുള്ള ലൈറ്റ് നോക്കുകയാണെങ്കിൽ, ഇഫ് യു ആർ ഒബ്സർവിംഗ് ലൈറ്റ് ഫ്രം ഡിസ്റ്റന്റ് ഗാലക്സീസ്, നമ്മുടെ അടുത്തുള്ള ഗാലക്സീസ് അല്ല, ഡിസ്റ്റന്റ് ഗാലക്സീസ്, സോ വി ഫൈൻഡ് ദാറ്റ് ദേ ആർ സിസ്റ്റമാറ്റിക്കലി റെഡ് ഷിഫ്റ്റഡ്, ഓക്കെ, ആൻഡ് ബൈ എ ലാർജ് എമൗണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്റ്റന്റ് ഗാലക്സീസിൽ നിന്നുള്ള ലൈറ്റ് നോക്കുകയാണെങ്കിൽ ദേ ആർ റെഡ് ഷിഫ്റ്റഡ്, അതായത് ദേ ആർ മൂവിങ് അവേ. വേവ് ലെങ്ത്സ് റെഡ് ഷിഫ്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ ദിസ് ഗാലക്സീസ് ആർ മൂവിങ് അവേ ഫ്രം us.
അപ്പോൾ ഈ എല്ലാ, അതായത് നമ്മുടെ ഗാലക്സി തന്നെയുള്ള സ്റ്റാർസ് നോക്കുകയാണെങ്കിൽ സം ഓഫ് ദ ലൈറ്റ് ഇസ് റെഡ് ഷിഫ്റ്റഡ്, സം ആർ ബ്ലൂ ഷിഫ്റ്റഡ് എക്സെട്ര. പക്ഷെ നമ്മൾ ഡിസ്റ്റന്റ് ഗാലക്സീസ് നോക്കുകയാണെങ്കിൽ always the light is invariably redshifted. Right? This means that the distant galaxies are moving away from us. നമ്മൾ ഡോപ്ലർ എഫക്റ്റിന്റെ റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ this actually suggests that distant galaxies are moving away from us. Okay. ഇനി നമ്മുടെ യൂണിവേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ we know that it has to be, we don't know, right? We assume that it has to be homogeneous and isotropic, etc. Right? അതായത് ഏതെങ്കിലും ഒരു പോയിന്റ് സ്പെഷ്യൽ അല്ല. നമ്മുടെ യൂണിവേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ there is no reason for any point to be special. ഈ നമ്മൾ ഹോമോജീനിയസ് എന്ന് പറയുന്നത്. Okay. That means that it must look the same from any point. നമ്മൾ യൂണിവേഴ്സിൽ ഏത് പോയിന്റ് എടുത്ത് നോക്കുകയാണെങ്കിലും it is, അവിടെ നിന്ന് നോക്കുമ്പോൾ it should look same. Right? There is no reason for our position to be special. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ഒബ്സർവേഷൻ, ആ ഡിസ്റ്റന്റ് ഗാലക്സീസ് നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണെന്നുള്ളത് യൂണിവേഴ്സിൽ ഏതൊരു സ്ഥലത്തുള്ള ഏതൊരു ഒബ്സർവറിനെ സംബന്ധിച്ചും ശരിയായിരിക്കണം. So the galaxies would be observed to recede from every point in the universe. Okay. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലോക്കൽ ക്ലസ്റ്റർ ഓഫ് ഗാലക്സീസ് ഉണ്ട്, അതായത് ഗ്രാവിറ്റേഷനലി ബൗണ്ട് ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്. ഗാലക്സീസിന്റെ ഗ്രാവിറ്റേഷനലി ബൗണ്ട് ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഓക്കെ. ഡിസ്റ്റന്റ് ഗാലക്സീസിനെ കുറിച്ച്, നമ്മുടെ ഗാലക്സി മാത്രമല്ല, വി ആർ ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് ലോക്കൽ ക്ലസ്റ്റേഴ്സ്. ഓക്കെ, ഓർ ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാലക്സീസ്. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ വി ഹാവ് ടു സേ ദാറ്റ് ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാലക്സീസ് ആർ മൂവിങ് അവേ ഫ്രം ഈച്ച് അതർ. നമ്മുടെ എന്താണ് ഗാലക്സി ആയിട്ട് ഗ്രാവിറ്റേഷനലി ബൗണ്ട് ആയിട്ടുള്ള ഗാലക്സീസ് നോക്കുകയാണെങ്കിൽ ഇത് ബാധകമല്ല. അതുകൊണ്ടാണ് ഡിസ്റ്റന്റ് ഗാലക്സീസ് എന്ന് സെപ്പറേറ്റ് എടുത്ത് പറയുന്നത്. Alright. Anyway, this particular realization led to what's known as the Hubble's law. Edwin Hubble is actually observed, and he came with the conclusion that the velocity of a galaxy, distant galaxy move in the velocity, it's proportional to a distance. Okay, നമ്മളിൽ നിന്ന് കൂടുതൽ ദൂരെയാണെങ്കിൽ അത് കൂടുതൽ സ്പീഡിലാണ് അകന്നു പോകുന്നത്. So this is v is equal to h0d. ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഡിഫറെന്റ് ഗാലക്സീസിലേക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു. ഓക്കെ, അൺടിൽ what this astronomer Henrietta Swan Leavitt. ഓക്കെ, അപ്പോൾ ലെവിറ്റ് കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. അതായത് ചില സെഫീഡ് വേരിയബിൾസ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ സ്റ്റാർസ് ഉണ്ട്. ഈ സ്റ്റാർസിനെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ അത് എത്ര ദൂരെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും എന്ന് ഹെൻറിയറ്റ സ്വാൻ ലെവിറ്റ് കണ്ടുപിടിക്കണ്ടായി. She didn't get a Nobel Prize for this, കാരണം അക്കാലത്ത് ആസ്ട്രോണമി നോബൽ പ്രൈസിനെ പരിഗണിച്ചിരുന്നില്ല. ഓക്കെ, അപ്പോൾ ആസ്ട്രോണമിക്ക് നോബൽ പ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചു വന്ന സമയപ്പോഴേക്കും ലെവിറ്റ് ഹാഡ് ആക്ച്വലി എക്സ്പയർഡ് ആയിട്ട്. ഓക്കെ, എനിവേ, അപ്പോൾ സെഫീഡ് വേരിയബിൾസ് അവരെ സ്റ്റാർസിന്റെ ലൂമിനോസിറ്റി, ഓക്കെ, ലൂമിനോസിറ്റി ഉണ്ട്, അതുപോലെ പീരിയഡ്സ്, വേരിയബിൾ സ്റ്റാർസ് ആണ്, അതിന്റെ ബ്രൈറ്റ്നസ് വേരി ചെയ്യുന്നതാണ്. റൈറ്റ്, ഇത് തമ്മിൽ റിലേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് എത്ര ഡിസ്റ്റൻസിലാണെന്ന് കണ്ടുപിടിക്കാം. നമ്മൾ പിന്നീട് ഇതിന്റെ ഡീറ്റെയിൽ കാണുന്നുണ്ട്, ഹൗ ആക്ച്വലി വി ഡു ദിസ്. എനിവേ, ഹി കെയിം ടു ദ കൺക്ലൂഷൻ ദാറ്റ് v is equal to h0d. ഇത് ആക്ച്വലി ചെയ്തത് ഹി പ്ലോട്ടഡ് ദ ഡിസ്റ്റൻസ് വേഴ്സസ് റേഡിയൽ വെലോസിറ്റി. അങ്ങനെ ഡിസ്റ്റൻസ് മെഷർ, ഡിഫറെന്റ് ഗാലക്സീസിലുള്ള ഡിസ്റ്റൻസ് സെഫീഡ് വേരിയബിൾസ് ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. റൈറ്റ്, ആൻഡ് ഹബിൾ പ്ലോട്ടഡ് ഡിസ്റ്റൻസ് വേഴ്സസ് റേഡിയൽ വെലോസിറ്റി. ഡിസ്റ്റൻസ് വേഴ്സസ് റേഡിയൽ വെലോസിറ്റി പ്ലോട്ട് ചെയ്തപ്പോൾ ഏകദേശം ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ടാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ചിത്രം നോക്കുകയാണെങ്കിൽ യു സീ ദാറ്റ് ദ ഗാലക്സീസ് ആർ സ്കാറ്റേർഡ് അറൌണ്ട് ദ സ്ട്രേറ്റ് ലൈൻ, ബട്ട് ഇറ്റ്സ് വെരി സജസ്റ്റീവ്. റൈറ്റ്, ഇതൊരു സ്ട്രേറ്റ് ലൈനിന് ചുറ്റുമാണുള്ളത് എന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയും. സ്ട്രേറ്റ് ലൈനിന് ചുറ്റുമാണുള്ളതെന്ന് പറഞ്ഞാൽ വി ഹാവ് എ റിലേഷൻ ഓഫ് ദ ഫോം y equal to mx plus c. ഓക്കെ, അല്ലെങ്കിൽ v is equal to hd. ഇത് വെലോസിറ്റി ആണ്, ദിസ് ഇസ് ഡിസ്റ്റൻസ്. സോ ദിസ് ഗ്രാഫ് സജസ്റ്റ്സ് ദാറ്റ് ലീനിയർ റിലേഷൻഷിപ്പ് ആണെന്നാണ്. സോ v is proportional to d. ഓക്കെ, ഈ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, ഇതിനെയാണ് നമ്മൾ ഹബിൾസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. റൈറ്റ്, അപ്പോൾ ഇത് ഈ ഒരു സ്കാറ്റർ, റൈറ്റ്, ഈ സ്ട്രേറ്റ് ലൈനിന് ചുറ്റും ഇങ്ങനെ സ്കാറ്റേഡ് അയക്കുന്നതിന് കാര്യം ഒബ്സർവേഷണൽ അൺസർട്ടനിറ്റീസ് ആണ്. ഓക്കെ, നൗ ഇറ്റ് ഈസ് വി ഹാവ് ബെറ്റർ ഡേറ്റ. നമ്മുടെ ഇന്നത്തെ ഡേറ്റ നോക്കുകയാണെങ്കിൽ വിൽ സീ ദാറ്റ് ദ ഗാലക്സീസ് ആർ ആക്ച്വലി വെരി ക്ലോസ് ടു ദ സ്ട്രേറ്റ് ലൈൻ. റൈറ്റ്, അതായത് v is equal to h0d എന്നുള്ള സ്ട്രേറ്റ് ലൈന് വളരെ അടുത്താണെന്ന് കാണാൻ കഴിയും. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഈ സ്ട്രേറ്റ് ലൈൻ നമ്മൾ സ്ട്രേറ്റ് ലൈൻ ആണെന്ന് കണ്ടു. ഈ സ്ട്രേറ്റ് ലൈനിന്റെ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ ഓക്കെ വിൽ ഗെറ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് y equal to mx എന്നാണെങ്കിൽ ഈ സ്ലോപ്പ്, ഈ സ്ട്രേറ്റ് ലൈനിന്റെ സ്ലോപ്പ് ആണ് നമ്മുടെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി.
ഓക്കെ, അപ്പോൾ ഇത് പ്ലോട്ട് ചെയ്തിട്ട് അതിന്റെ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് h0, ഹബിൾസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഹബിൾസ് കോൺസ്റ്റന്റ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഇന്നത്തെ നമ്മുടെ okay, what we know about Hubble's constant is that the present value of Hubble's constant is 72 kilometer per second per megaparsec. 72 kilometer per second per megaparsec. ഇതാണ് അതിന്റെ യൂണിറ്റ്. മെഗാപാർസെക് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് തന്നെയാണ്. മെഗാപാർസെക് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് തന്നെയാണ്. നമുക്കറിയാം v is equal to h0d എന്നാണുള്ളത്. സോ h0d യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് v ഡിവൈഡഡ് ബൈ d. ഓക്കെ, അപ്പോൾ മുകളിൽ നമുക്കുള്ളത് കിലോമീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ്. താഴെയുള്ളത് ഡിനോമിനേറ്ററിലുള്ളത് ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്, മെഗാപാർസെക്. ഇതിന്റെ ഡെഫിനേഷൻസ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ കാണും. ബേസിക് ടൂൾസ് ഫോർ ആസ്ട്രോണമി എന്നുള്ളൊരു ചാപ്റ്ററും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അവിടെ ഇതിന്റെ എക്സാക്ട് ഡെഫിനേഷൻസ് കാണുന്നുണ്ടാവും. ഓക്കെ, ബട്ട് ഫോർ നൗ യു റിമെമ്പർ ദാറ്റ് 1 പാർസെക്, ഒരു പാർസെക് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയേഴ്സ് ആണ്. ലൈറ്റ് ഇയേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി പരിചയം ഉണ്ടാവും. ലൈറ്റ് ഒരു വർഷം കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. 3.26 times 1 light year is called 1 parsec. Okay, 1 megaparsec എന്ന് പറയുന്നത് 10 raised to 6 parsecs. Okay, so we have got parsec, megaparsec, light year, etc. These are used to describe astronomical ആയിട്ടുള്ള distances describe ചെയ്യാം. നമുക്ക് കിലോമീറ്റർ ഒന്നും പറഞ്ഞാൽ മതിയാവില്ല. So we'll talk about light years or parsec or megaparsec. Well, astronomical unit എന്ന് പറഞ്ഞ വേറെ യൂണിറ്റ്. We'll be discussing these things in detail. All right. So for now you remember that h0 has this particular value. അതുപോലെ ഇതിന്റെ ഡയമെൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹബിൾ പാരാമീറ്ററിന്റെ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഹാസ് ദ ഡയമെൻഷൻ ഓഫ് ഇൻവേഴ്സ് ഓഫ് ടൈം. ഓൾറൈറ്റ്, നമ്മൾ പറഞ്ഞു ഇറ്റ്സ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. ഓക്കെ, യു സീ ദാറ്റ് ദിസ് ഇസ് ടൈം ഇൻവേഴ്സ്. ഓക്കെ, ഇതിന്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ടൈം ഇൻവേഴ്സ് ആണ്. Okay, so we'll see later that this h0 is related to the age of the universe. അതായത് h0 ഇൻവേഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഏജ് ഓഫ് ദി യൂണിവേഴ്സിനെ കുറിച്ച് ഒരു എസ്റ്റിമേറ്റ്, റഫ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് തരും. ഓൾറൈറ്റ്, അത് അക്യുറേറ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. എനിവേ, h0 ഉപയോഗിച്ച്, ഇൻ എനി കേസ് h0 ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള യൂണിവേഴ്സിന്റെ ഏജ് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, h0 ഉപയോഗിച്ച് the age of the universe is related to the Hubble's constant. അപ്പോൾ ഈ ഹബിൾസ് കോൺസ്റ്റന്റ് ഉപയോഗിച്ച് നമുക്ക് ഇപ്പോൾ ഉള്ള ഏറ്റവും മികച്ച എസ്റ്റിമേറ്റ് അനുസരിച്ച് നമ്മൾ യൂണിവേഴ്സിന്റെ ഏജ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് അറൌണ്ട് 14 into 10 raised to 9 years. Okay, 14 into 10 raised to 9 years. Okay, അപ്പോൾ ചില കുറേക്കൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ്സ് ആണെങ്കിൽ 13.8 into 10 raised to 9 years. Okay, ഇറ്റ്സ് എ ലോങ് ടൈം യൂണിവേഴ്സിന്റെ ഏജ് എന്ന് പറയുന്നത്. ഒക്കെ ഇവിടെ ഏജ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഏജ് എന്ന് പറയുന്നത് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ അടുത്തായിരിക്കും ഇന്നലെ ഗാലക്സീസ്. നമ്മൾക്കറിയാം ഗാലക്സീസ് തമ്മിലുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നോക്കുകയാണെങ്കിൽ ഇന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ അടുത്തായിരുന്നു. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് പുറകിലേക്ക് പോവാണ്, കുറേ വർഷങ്ങൾ പുറകിലേക്ക് പോവുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ചായിരുന്ന ഒരു അവസ്ഥ വരും. ഓക്കെ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് കണ്ടൻസ്ഡ് ആയിട്ടിരുന്ന ഒരു അവസ്ഥ വരും. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റിൽ നിന്നുള്ള ഏജ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, യൂണിവേഴ്സിന്റെ ഏജ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസിൽ നിന്നുള്ള യൂണിവേഴ്സിന്റെ ഇവല്യൂഷൻ നമ്മൾ ബിഗ് ബാങ് എന്നൊക്കെ പറയും. വിൽ ബി ഡിസ്കസിങ് ദീസ് തിങ്സ് ഇൻ മോർ ഡീറ്റെയിൽ ലേറ്റർ ഓൺ. ഓക്കെ, ഈ ബിഗ് ബാങ് എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നുള്ള, ബിഗ് ബാങ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്. ബിഗ് ബാങ്ങിൽ നിന്നുള്ള ഇവല്യൂഷൻ ടൈം, ബിഗ് ബാങ്ങിൽ നിന്ന് തുടങ്ങി ബിഗ് ബാങ്ങിന്റെ സമയത്ത് t=0 എന്ന് എടുക്കുകയാണെങ്കിൽ ഉള്ള അത് കഴിഞ്ഞ് യൂണിവേഴ്സിന് എത്ര പ്രായമുണ്ട് എന്നുള്ള കാൽക്കുലേഷൻ ആണിത്. ഇറ്റ് ഇസ് 14 into 10 raised to 9 years. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് യൂണിവേഴ്സിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. അതിനു മുമ്പ് യൂണിവേഴ്സ് ഉണ്ടായിരുന്നോ, ഓക്കെ, അതിനു മുമ്പ് എന്തായിരുന്നു അതിന്റെ ആക്ച്വൽ സ്റ്റേറ്റ്, എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് ഇന്ന് അറിയില്ല. നമുക്ക് ആകെ അറിയാവുന്നത് ഈ 14 into 10 raised to 9 years മുൻപുള്ള അവസ്ഥയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉപയോഗിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇത് ഈ പറഞ്ഞ എന്താണ് എക്സ്പാൻഷൻ ഓഫ് ദി യൂണിവേഴ്സ് മനസ്സിലാക്കാനുള്ള ഒരു അനാലജിയാണിത്. നമ്മളൊരു ബലൂണിൽ കുറെ ഡോട്ട്സ് ഇടുന്നു എന്ന് കരുതുക. എന്നിട്ട് അത് ഊതി വീർപ്പിക്കുകയാണെങ്കിൽ ഡോട്ട്സ് തമ്മിൽ പരസ്പരം അകന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയും. ഡോട്ട്സ് തമ്മിൽ പരസ്പരം അകന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇതിലൊരു ഒബ്സർവർ ഉണ്ട്. ഇറ്റ്സ് എ ബഗ്. യു ഹാവ് ഗോട്ട് there's a bug on this balloon. ഈ ബഗ് എവിടെ ഇരുന്ന് നോക്കിയാലും you'll see that all other the distance, okay, ഏതൊരു പോയിന്റിൽ ഇരുന്ന് നോക്കിയാലും കൂടുതൽ അകലെയുള്ള പോയിന്റ്സ് കൂടുതൽ സ്പീഡിൽ അകന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയും. കൂടുതൽ ദൂരെയുള്ള പോയിന്റ്സ് കൂടുതൽ സ്പീഡിൽ അകന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയും. നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ. അപ്പൊ ഇതൊരു നല്ല അനാലജി, ഇതൊരു 2 dimensional അനാലജിയാണ്. ഓക്കെ, അപ്പൊ ഇതിന് ഒരുപാട് സീരിയസ് ആയിട്ട് എടുക്കരുത് ഈ അനാലജിയെ. കാരണം ഇത് ഇവിടെ നോക്കുമ്പോൾ ഇത് പുറത്തുനിന്ന് ഒരാൾ ഊതി വീർപ്പിക്കുന്ന പോലെയാണ്. പക്ഷെ നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ബൈ ഡെഫിനേഷൻ അതിന്റെ പുറത്തൊന്നുമില്ല. ഇത് മാത്രമല്ല ഇത് 2 dimensional സർഫസ് ആണ്. ഇത് ഒരു 2 dimensional സർഫസ് ആണ്.
ഓക്കെ, ശരിക്കും അനാലജി കറക്റ്റ് ആണെങ്കിൽ ബലൂൺ മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിന്റെ പുറത്തൊന്നുമില്ല, ഉതുർപ്പിക്കുന്ന ആളൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഈ ബലൂൺ ആണ് യൂണിവേഴ്സ്. യൂണിവേഴ്സ് എന്ന് പറയുന്നത് ബലൂൺ മാത്രമേ ഉള്ളൂ, അതിന്റെ പുറത്തൊരാളില്ല എന്ന രീതിയിലാണ് നമ്മൾ യൂണിവേഴ്സിനെ ഇമാജിൻ ചെയ്യേണ്ടത്. അതുപോലെ ഇത് 2 ഡയമെൻഷനിലാണ്. നമ്മൾ യൂണിവേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ 3 ഡയമെൻഷനൽ ഇതിനെ കുറിച്ചാണ് പറയുക. 3 ഡയമെൻഷനൽ യൂണിവേഴ്സിനെ കുറിച്ചാണ് പറയുക. ഓക്കെ, ബട്ട് എനിവേ ദിസ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ്. ഈ പോയിന്റ്സ് പരസ്പരം അകന്നു പോകുന്ന പോലെയാണ് ഗാലക്സീസ് പരസ്പരം അകന്നു പോകുന്നത്. അപ്പൊ ആദ്യത്തെ കാലത്ത് ഈ റെഡ് ഷിഫ്റ്റ്, ഗാലക്സീസിൽ നിന്നുള്ള ലൈറ്റ് റെഡ് ഷിഫ്റ്റഡ് ആവുന്നു എന്നുള്ളതിൽ നിന്ന് ഡോപ്ലർ എഫക്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് മനസ്സിലാക്കിയത്. അപ്പൊ അതിന്റെ ആദ്യത്തെ എക്സ്പ്ലനേഷൻ, അതിന്റെ സിമ്പിൾ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഈ അകന്നു പോകുന്ന യൂണിവേഴ്സസ് അല്ല, ഗാലക്സീസ് അകന്നു, അല്ല സ്റ്റാർസ്, ഈ അകന്നു പോകുന്ന ഗാലക്സീസിൽ നിന്നുള്ള ലൈറ്റ് ഡോപ്ലർ ഷിഫ്റ്റഡ് ആവുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ റെഡ് ഷിഫ്റ്റ് കാണുന്നതെന്നാണ് ആദ്യം കരുതിയിരുന്നത്. ഓക്കെ, പക്ഷെ അത് അത്ര അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇന്റർപ്രിറ്റേഷൻ അല്ല. ആക്ച്വൽ ഇന്റർപ്രിറ്റേഷൻ മനസ്സിലാക്കണമെങ്കിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലേക്ക് പോകണം. നമുക്കറിയാം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ സ്പേസ് ടൈമിന്റെ കർവേച്ചർ ആണെന്നാണ് പറയുന്നത്. സ്പേസ് ടൈമിന് ഒരു പെർട്ടിക്കുലർ ഡൈനാമിക്സ് ഉണ്ട്. നമ്മൾ റബ്ബർ ഷീറ്റ് അനാലജി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി സംഭവിക്കുന്നത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം ആക്ച്വലി സംഭവിക്കുന്ന ഡോപ്ലർ ഷിഫ്റ്റ് അല്ല, പകരം ഈ സ്പേസ് ടൈം സ്ട്രെച്ച് ആകുകയാണ്. ഇപ്പൊ 2 ഗാലക്സീസ് പരസ്പരം അകന്നു പോകുമ്പോൾ സംഭവിക്കുന്നത് അതിന്റെ ഇടയിലുള്ള സ്പേസ് ടൈം സ്ട്രെച്ച് ആകുകയാണ്. സ്പേസ് ടൈം ഗെറ്റ് സ്ട്രെച്ച്ഡ്. സ്പേസ് ടൈം സ്ട്രെച്ച് ആവുന്ന സമയത്ത് ഇങ്ങനെ ഒരു വേവ് സ്പേസ് ടൈമിൽ ഈ രീതിയിൽ ലൈറ്റ് വേവ് ട്രാവൽ ചെയ്യുന്നുണ്ട്. സ്പേസ് ടൈമിൽ സ്ട്രെച്ച് ആവുന്ന സമയത്ത് ഇറ്റ് ഗെറ്റ്സ് ഓൾസോ സ്ട്രെച്ച്, വേവ് ഓൾസോ ഗെറ്റ്സ് സ്ട്രെച്ച്ഡ്. ഓക്കെ, ഇതാണ് ശരിക്കും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് ഈ റെഡ് ഷിഫ്റ്റിന്റെ കാരണം. പക്ഷേ ഏറെക്കുറെ അടുത്തുള്ള ഗാലക്സീസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോപ്ലർ ഷിഫ്റ്റ് ഉപയോഗിച്ചും ജനറൽ തിയറിയുടെ എക്സ്പ്ലനേഷൻ ഉപയോഗിച്ചും കിട്ടുന്ന ഡോപ്ലർ ഷിഫ്റ്റ് ഏറെക്കുറെ സെയിം ആണ്. പക്ഷേ നമ്മൾ കൂടുതൽ ദൂരെയുള്ള ഗാലക്സീസ് ഒക്കെ നോക്കുമ്പോൾ ഈ ഡോപ്ലർ ഷിഫ്റ്റ് വെച്ചുള്ള പ്രഡിക്ഷൻസ് അത്ര അക്യുറേറ്റ് അല്ല. അപ്പോൾ നമ്മൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ സ്പേസ് സ്ട്രെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഈ എക്സ്പാൻഷൻ സംഭവിക്കുന്നത് എന്നുള്ള രീതി, ഈ സ്പേസ് സ്ട്രെച്ച് ആവുന്നതുകൊണ്ടാണ് വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ഇന്റർപ്രിറ്റേഷൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, എന്ന് മാത്രമല്ല ഡോപ്ലർ എഫക്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്ത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉപയോഗിച്ചാണ്. ഓക്കെ, നമുക്കറിയാം ഗാലക്സീസ് നമ്മളിൽ നിന്ന് കൂടുതൽ ദൂരെ ആകുമ്പോൾ അതിന്റെ സ്പീഡും കൂടുതലായിരിക്കും. ഗാലക്സീസ് ഫാർദർ അവേ സ്പീഡും കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതൽ സ്പീഡ് ദൂരേക്ക് നമ്മൾ പോകുന്തോറും ദ സ്പീഡ് ഓഫ് ദ ഗാലക്സീസ്, സ്പീഡ് ഓഫ് റെസഷൻ സ്പീഡ്, അകന്നു പോകുന്ന സ്പീഡും കൂടിക്കൊണ്ടിരിക്കും. അതിനൊരു പ്രത്യേകിച്ച് ലിമിറ്റ് ഒന്നുമില്ല. റൈറ്റ്, നമ്മൾ കൂടുതൽ ദൂരേക്ക് പോകണം, കൂടുതൽ സ്പീഡിൽ പോകണം. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് സഫിഷ്യന്റ്ലി ഫാർ അവേ ഗാലക്സീസ്, ആവശ്യത്തിന് ദൂരെയുള്ള ഗാലക്സീസ് നോക്കുകയാണെങ്കിൽ യു വിൽ സീ ദാറ്റ് ദേ ആർ മൂവിങ് അവേ ഫാസ്റ്റർ ദാൻ ലൈറ്റ്. യു വിൽ സീ ദാറ്റ് ദേ ആർ മൂവിങ് അവേ ഫ്രം us ഫാസ്റ്റർ ദാൻ ലൈറ്റ്. ഓക്കെ, ഈ ഫാസ്റ്റർ ദാൻ ലൈറ്റ്, പക്ഷേ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഫാസ്റ്റർ ദാൻ ലൈറ്റ് ട്രാവൽ പോസിബിൾ അല്ല. റൈറ്റ്, അപ്പോൾ അതിന്റെ കാരണം ഇതാണ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഫാസ്റ്റർ ദാൻ ലൈറ്റ് പോസിബിൾ അല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പേസ് ടൈമിലുള്ള മൂവ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. സ്പേസ് ടൈം ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെച്ചിട്ട് ആ സ്പേസ് ടൈമിലുള്ള മൂവ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. സ്പേസ് ടൈമിന്റെ സ്ട്രെച്ചിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ബാധകമല്ല. സ്പേസ് ടൈം സ്ട്രെച്ച് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ്. അവിടെ ലൈറ്റിന്റെ സ്പീഡിന്റെ പ്രശ്നം ബാധകമല്ല. അത് സ്പേസ് ടൈമിൽ കൂടെയുള്ള മൂവ്മെന്റിന് മാത്രമാണ് ബാധകമായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരെ നമുക്ക് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉപയോഗിച്ചുള്ള ഡോപ്ലർ ഷിഫ്റ്റിന്റെ ഫോർമുല ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഫോർമുല മാത്രമായിട്ട് നിൽക്കും. റൈറ്റ്, അപ്പൊ അത് നമുക്ക് അത്ര അക്യുറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല. കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടണമെങ്കിൽ യു ഹാവ് ടു യൂസ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. And as I said, at low speeds, the Doppler interpretation of the redshift gives results that correspond with those based on expansion of space-time. But remember that the correct explanation is actually based on general theory of relativity. If general theory of relativity അനുസരിച്ച് ഈ കോസ്മോളജിക്കൽ റെഡ് ഷിഫ്റ്റ്സ്, ഇനി നമ്മൾ കോസ്മോളജിക്കൽ റെഡ് ഷിഫ്റ്റ്സ് എന്നാണ് പറയുന്നത്. ലാർജ് റെഡ് ഷിഫ്റ്റ്സ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു യൂസ് ദിസ് ഫോർമുല, ലാംഡ പ്രൈം ബൈ ലാംഡ ഇസ് ഈക്വൽ ടു r0 ഡിവൈഡഡ് ബൈ r. ഓക്കെ, r0 എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൈസ് ഓർ ദ distance factor of the universe at the present time. R represents a similar fact at the time the light was emitted. Okay, അതായത് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. എക്സ്പാൻഷനെ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാരാമീറ്റർ ആണ് ഈ r0. സ്കെയിൽ ഫാക്ടർ എന്ന് പറയും. ഇറ്റ്സ് കോൾഡ് എ സ്കെയിൽ ഫാക്ടർ. ഓക്കെ, സ്കെയിൽ ഫാക്ടർ അതായത് നമ്മൾ ബിഗ് ബാങ്ങിന്റെ സമയത്ത് അപേക്ഷിച്ച് എത്രത്തോളം നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്ന ഒരു ഫാക്ടർ ആണ്. ഇത് യൂണിവേഴ്സിന്റെ റേഡിയസ് ആണെന്നൊന്നും ഇന്റർപ്രറ്റ് ചെയ്യേണ്ട. ഇറ്റ്സ് ജസ്റ്റ് എ സ്കെയിൽ ഫാക്ടർ. ഇറ്റ് ജസ്റ്റ് ടെൽസ് us നമ്മുടെ ഈ ബിഗ് ബാങ്ങിനെ അപേക്ഷിച്ച് എത്രത്തോളം വലുതാണ്. അപ്പോൾ അതായത് ബിഗ് ബാങ്ങിന്റെ സമയത്ത് അല്ലെങ്കിൽ t=0 എന്നുള്ള സമയത്ത് ഈ സ്കെയിൽ ഫാക്ടർ നമുക്ക് 1 ആണ്. സ്കെയിൽ ഫാക്ടർ 1 ആണ്. Alright, so it basically tells us
how big the universe is. Okay, so that's the basic idea. അല്ലെങ്കിൽ ബിഗ് ബാങ്ങിനെ അപേക്ഷിച്ച് എത്രത്തോളം വലുതാണ് എന്നുള്ളതൊക്കെയാണ് ഈ സ്കെയിൽ ഫാക്ടർ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ R0 എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രസന്റ് ടൈം, നമ്മുടെ പ്രസന്റ് ടൈമിലുള്ള എന്താണ് യൂണിവേഴ്സിന്റെ സൈസിനെ കാണിക്കുന്നതാണ്. R എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈം ദ ലൈറ്റ് വാസ് എമിറ്റഡ്, ലൈറ്റ് എമിറ്റ് ചെയ്ത സമയത്തുള്ള ഈ R എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ടൈം ആണ്, കാരണം യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, alright. So the expansion of the universe has been widely accepted since Hubble's discoveries in the 1920s. Okay, ഈ എക്സ്പാൻഷൻ ഓൾറെഡി ഒബ്സർവേഷനിലായിട്ട് അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എക്സ്പാൻഷന് രണ്ട് തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകാൻ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്. There are two hypotheses. Okay, one thing is the Big Bang hypothesis, which says that the universe was concentrated together, right? ഒരു സിംഗിൾ പോയിന്റ്, ഇൻഫിനിറ്റ് ഡെൻസിറ്റി ഉള്ള ഒരു സിംഗിൾ പോയിന്റിൽ ഇതെല്ലാം കൂടെ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു, എന്നിട്ട് അവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങിയെന്ന് എന്ന് പറയുന്ന ഹൈപ്പോത്തിസിസ് ആണ് ബിഗ് ബാങ് ഹൈപ്പോത്തിസിസ്. ഓക്കെ, മറ്റൊരു ഇത് മുന്നോട്ട് വെച്ച് ജോർജ് ഗാമോ. ആക്ച്വലി there are different people who came up with this idea. Okay, മറ്റൊന്ന് സ്റ്റഡി സ്റ്റേറ്റ് ഹൈപ്പോത്തിസിസ് ആണ്. സ്റ്റഡി സ്റ്റേറ്റ് ഹൈപ്പോത്തിസിസ് പറയുന്നത് യൂണിവേഴ്സ് എന്താണ് സ്റ്റാറ്റിക് ആണെന്നുള്ളതാണ്. റൈറ്റ്, യൂണിവേഴ്സ് സ്റ്റാറ്റിക് ആണ്. സ്റ്റാറ്റിക് ആണെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒരു കോസ്മോളജിക്കൽ പ്രിൻസിപ്പിൾ പറഞ്ഞു, ഹോമോജീനിയസ് ആണെന്നുള്ളത്. കോസ്മോളജിക്കൽ പ്രിൻസിപ്പിൾ, വി സെഡ് ദാറ്റ് യൂണിവേഴ്സ് ഇസ് ഹോമോജീനിയസ് അറ്റ് എവറി പോയിന്റ്. എല്ലാ പോയിന്റിലും നോക്കുമ്പോഴും യൂണിവേഴ്സിന്റെ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കുന്നതാണ്. സ്റ്റഡി സ്റ്റേറ്റ് ഹൈപ്പോത്തിസിസ് എല്ലാ പോയിന്റ് മാത്രമല്ല, എല്ലാ ടൈമിലും യൂണിവേഴ്സിന്റെ പ്രോപ്പർട്ടീസ് സെയിം ആയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് സ്റ്റഡി സ്റ്റേറ്റ് ആണ്. എല്ലാ സമയത്തും എല്ലാ സ്പേസിലുള്ള എല്ലാ പോയിന്റിലും ടൈമിലുള്ള എല്ലാ പോയിന്റിലും യൂണിവേഴ്സിന്റെ പ്രോപ്പർട്ടീസ് ഒരേപോലെയാണെന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഈ സ്റ്റഡി സ്റ്റേറ്റ് ഹൈപ്പോത്തിസിസ് അനുസരിച്ച് ദ യൂണിവേഴ്സ് ഹാസ് ഓൾവേസ് ഹാഡ് ദ സെയിം ഡെൻസിറ്റി, ഇന്ന് നമ്മൾ കാണുന്ന ഡെൻസിറ്റി തന്നെയാണ് എന്നും ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഒരേ ഡെൻസിറ്റി ഉണ്ടാണെന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മാസ് പെർ വോള്യൂം അല്ലേ? ഓക്കെ, ദ മാറ്റർ കണ്ടന്റ് ഡിവൈഡഡ് ബൈ വോള്യൂം, ഇതിനാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത്. വോള്യൂം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം. ഓക്കെ, വോള്യൂം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ മാസ് ഇൻക്രീസ് ചെയ്യണം. സ്റ്റഡി സ്റ്റേറ്റ് ഹൈപ്പോത്തിസിസ് എക്സാക്ട്ലി ഇതാണ് പറഞ്ഞത്. യൂണിവേഴ്സിന്റെ ഡെൻസിറ്റി സെയിം ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ഈ മാസ് ഡെൻസിറ്റി സെയിം ആയിട്ട് നിൽക്കണമെങ്കിൽ പക്ഷേ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ മാസ് ഇൻക്രീസ് ചെയ്താൽ മതി. അതായത് മാറ്റർ ഹാസ് ടു ബി ക്രിയേറ്റഡ്. യൂണിവേഴ്സിൽ മാറ്റർ ഹാസ് ടു ബി ആക്ച്വലി ക്രിയേറ്റഡ്. ഓക്കെ, സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ മാറ്റർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് സ്റ്റഡി സ്റ്റേറ്റ് ഹൈപ്പോത്തിസിസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫ്രെഡ് ഹോയിലും അതുപോലെയുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഒരു ഹൈപ്പോത്തിസിസ് മുന്നോട്ട് വെച്ചത്. ഓക്കെ, അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തോന്നുന്നു ഇങ്ങനെയാണ് മാറ്റർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അത്ര രസമില്ല, അത് മണ്ടത്തരാണല്ലോ എന്ന്. പക്ഷേ നമ്മൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഈ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ വേണ്ടി ദ റേറ്റ് ഓഫ് ക്രിയേഷൻ നീഡ് ബി ഓൺലി അബൌട്ട് 1 ഹൈഡ്രജൻ ആറ്റം. ഒരു ക്യൂബിക് മീറ്ററിൽ ഒരു ഹൈഡ്രജൻ ആറ്റം എവറി ബില്യൺ ഇയേഴ്സ്, ഒരു ബില്യൺ. Okay, if you take 1 billion years, there will be only 1 hydrogen atom in 1 cubic meter. വളരെ കുറഞ്ഞ ഇതായിട്ട് നമുക്ക് തോന്നും. So that's fine. Okay, we feel that's fine. Okay, we are more comfortable with that. Anyway, people were comfortable with this. Actually, ഒരിടയ്ക്ക് ബിഗ് ബാങ് ഹൈപ്പോത്തിസിനേക്കാളും കൂടുതൽ സപ്പോർട്ട് സ്റ്റഡി സ്റ്റേറ്റ് ഹൈപ്പോത്തിസിനുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഒരിടയ്ക്ക് ഇത് രണ്ടും കമ്പീറ്റിംഗ് ആയിട്ടുള്ള ഹൈപ്പോത്തിസിസ് ആയിരുന്നു. നമ്മൾ സയൻസിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കമ്പീറ്റിംഗ് ആയിട്ടുള്ള തിയറീസ് കാണാൻ കഴിയും. ഓക്കെ, പക്ഷെ പിന്നീട് 1960s ഇതിന്റെ കാര്യങ്ങൾ മാറി മറിഞ്ഞത്. കാരണം ബിഗ് ബാങ് തിയറിക്ക് ബിഗ് ബാങ് ഹൈപ്പോത്തിസിസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതും എന്നാൽ സ്റ്റഡി സ്റ്റേറ്റ് ഹൈപ്പോത്തിസിസ് ഉപയോഗിച്ച് കൃത്യമായിട്ട് വിശദീകരിക്കാൻ പറ്റാത്തതായിട്ടുള്ള കുറച്ച് ഒബ്സർവേഷൻസും കൂടെ കിട്ടി. അതോടെയാണ് ബിഗ് ബാങ് തിയറി ഫേവറബിൾ ആയി മാറിയത്. ഓക്കെ, ഈ പെർട്ടിക്കുലർ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്നുള്ളതാണ്. മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. ഓക്കെ, അപ്പോൾ അതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം. ഓക്കെ, നമ്മൾ എക്സ്പാൻഷൻ ഓഫ് ദി യൂണിവേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത നമ്മൾ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി അത് വളരെ ഹോട്ട് ആൻഡ് ഡെൻസ് ആയിരുന്നു. എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വളരെ ഹോട്ട് ആയിരിക്കുമ്പോൾ ഈ ആറ്റംസ് ഒന്നും സ്റ്റേബിൾ അല്ല. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എടുത്ത് നോക്കുമ്പോൾ ദിസ് ആറ്റംസ് വെർ നോട്ട് സ്റ്റേബിൾ. ഈ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഒക്കെ സെപ്പറേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇത് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഈ ന്യൂക്ലിയോൺസ് ഒന്നും ഫോം ചെയ്യാത്ത അവസ്ഥയായിരുന്നു. ന്യൂക്ലിയോൺസിന്റെ എന്താണ് ഉള്ളിലുള്ള പാർട്ടിക്കിൾസ്. ഓക്കെ, വി ബിലീവ് ദാറ്റ് ന്യൂക്ലിയോൺസ്, അതായത് പ്രോട്ടോണും ന്യൂട്രോണും, ദീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ക്വാർക്സ് ആൻഡ് ഗ്ലൂയോൺസ്. സോ ദിസ് ക്വാർക്സ് ആൻഡ് ഗ്ലൂയോൺസ് ആർ സെപ്പറേറ്റഡ് ആൻഡ് ആറ്റംസ് ഹാഡ് നോട്ട് ഫോംഡ്. ഇങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നു. ആൻഡ് ദ യൂണിവേഴ്സ് സ്റ്റാർട്ടഡ് എക്സ്പാൻഡിങ് ആൻഡ് ദെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ടു ബിക്കം കൂളർ. അപ്പോൾ കൂളാകും തോറും ന്യൂക്ലിയോൺസ് ഉണ്ടായി. ആദ്യം ന്യൂക്ലിയോൺസ് ഉണ്ടായി. ഓക്കെ, അപ്പോൾ പ്ലാസ്മ സ്റ്റേറ്റിലായിരുന്നിരിക്കും. ഓക്കെ, പ്ലാസ്മ പിന്നെ തണുത്ത് വീണ്ടും ആറ്റംസ് ഉണ്ടായി. അതായത് ഈ
പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇലക്ട്രോൺസും എല്ലാം കൂടി ചേർന്ന് ആറ്റംസ് ഉണ്ടായി. ആറ്റംസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ആറ്റംസ് ഫോം ചെയ്യുക, ആറ്റംസ് ന്യൂട്രൽ ആണെന്ന് നമുക്കറിയാം. ആറ്റംസ് ഫോം ചെയ്യുന്നത് വരെ ലൈറ്റും, നമുക്ക് റേഡിയേഷൻ ഇഷ്ടംപോലെ ലൈറ്റും ഉണ്ട് അല്ലേ, ലൈറ്റും മാറ്ററും തമ്മിൽ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ലൈറ്റ് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷൻ ആണ്, ചാർജ് വേണം. ഓക്കെ, പക്ഷേ ഈ ചാർജസ് അവൈലബിൾ ആയിട്ടുള്ള ചാർജസ് എല്ലാം തന്നെ ഒരുമിച്ച് കൂടി ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റംസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ ലൈറ്റിന് പിന്നെ ഒന്നുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനില്ല. സോ ദിസ് ലൈറ്റ് വുഡ് ബി വാണ്ടറിങ് ഫ്രീലി ഫ്രോം ദം. ഇതിനെയാണ് നമ്മൾ ഡീകപ്ലിംഗ് എന്ന് പറയുന്നത്. ഇത് ഇനീഷ്യലി റേഡിയേഷനും മാറ്ററും കപ്പിൾഡ് ആയിരുന്നു, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ തണുത്തുറഞ്ഞ സമയത്ത് മാറ്റർ, ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കൂടി ചേർന്ന് ന്യൂട്രൽ ആയിട്ടുള്ള മാറ്റർ ഉണ്ടായി. ഓക്കെ, അപ്പോൾ ആ സമയത്തുള്ള ലൈറ്റ് ഇറ്റ് ഡസ് നോട്ട് ഇന്ററാക്ട് വിത്ത് എനിത്തിങ് മോർ. അപ്പോൾ നമ്മൾ ഡീകപ്പിൾ ചെയ്തു എന്ന് പറയും. ഓക്കെ, ഈ ഫോട്ടോൺസ് ഇപ്പോഴും യൂണിവേഴ്സിലുണ്ട്. യൂണിവേഴ്സിൽ ഇപ്പോഴും ഈ ഫോട്ടോൺസ് ഉണ്ട്. ഈ ഫോട്ടോൺസ് നമുക്ക് ആക്ച്വലി ഒബ്സർവ് ചെയ്യാൻ കഴിയും. ഇത് ആക്ച്വലി ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇത് ബിഗ് ബാങ് തിയറിയിൽ പ്രൊഡിക്ട് ചെയ്യുന്ന ഒന്നാണ്. സ്റ്റഡി സ്റ്റേറ്റ് കോസ്മോളജിയിൽ ഇങ്ങനെ ഒരു റേഡിയേഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഈ റേഡിയേഷനാണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഇന്ന് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. നമ്മൾ ടി വി ഒക്കെ ഓൺ ആക്കുമ്പോൾ, പണ്ട് കാലത്ത് എന്താണ് ആന്റന ഒക്കെ ഉപയോഗിച്ചുള്ള ടി വി ആയിരുന്നു അല്ലെ, ദൂരദർശൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ആ സമയത്ത് ടി വി ഓൺ ആക്കുന്ന സമയത്ത് ഗ്രെയിൻസ് കാണും. അപ്പൊ ഗ്രെയിൻസിൽ ഒരു ചെറിയ ശതമാനം ഈ മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനാണ്. ഏകദേശം 3 ലക്ഷം യൂണിവേഴ്സിന് ഏകദേശം 3 ലക്ഷം വർഷം പ്രായമുള്ളപ്പോഴാണ് ഈ ഡീകപ്ലിംഗ് സംഭവിച്ചെന്നാണ് കരുതുന്നത്. ഓക്കെ, അപ്പൊ അന്ന് മുതലുള്ള ഫോട്ടോൺസ് ആണ് നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ആന്റിനാസ് ഒക്കെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ കഴിയും. ഇത് പ്രൊഡിക്റ്റ് ചെയ്തത് ഗാമോ ആൻഡ് ആൽഫ, ജോർജ് ഗാമോ, ഹെർമാൻ ആൽഫ എന്ന് പറഞ്ഞ രണ്ടാൾക്കാർ. ഗാമോയുടെ സ്റ്റുഡന്റ് ആയിരുന്നു ആൽഫ. ഇവരാണ് ഈ പേപ്പറിൽ ഇങ്ങനെ ഒരു പ്രൊഡിക്ഷൻ, അവരുടെ പേപ്പറിൽ ഇങ്ങനെ ഒരു പ്രൊഡിക്ഷൻ മുന്നോട്ട് വെച്ചത്. പക്ഷെ ഇത് കണ്ടുപിടിച്ച ആക്ച്വലി സെറൻഡിപ്പിറ്റസ് ആയിട്ട്, സെറൻഡിപ്പിറ്റി എന്ന് കേട്ടിട്ടുണ്ട്, അത് അബദ്ധത്തിലാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, സെറൻഡിപ്പിറ്റി അബദ്ധത്തിലാണ് കണ്ടുപിടിച്ചത്. ഇത് ഡിറ്റക്ട് ചെയ്ത് പെൻസിയസ് ആൻഡ് വിൽസൺ എന്ന് പറഞ്ഞ രണ്ടുപേരാണ്. അപ്പൊ ഇവരിത് ഡിറ്റക്ട് ചെയ്യാൻ ശ്രമിച്ചതല്ല, ഇവർ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ആന്റന, റിസീവിംഗ് ആന്റന ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഈ ആന്റന ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിൽ എപ്പോഴും ഡിസ്റ്റർബൻസ് കാണാൻ കഴിഞ്ഞു. ഡിസ്റ്റർബൻസ് ഒരു തരത്തിൽ ഇവർക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ല. ഇറ്റ് സീംസ് ടു ബി റിസീവിംഗ് സം സിഗ്നൽ. അത് നമ്മൾ ആകാശത്തേക്ക് ഏത് ഡയറക്ഷനിൽ തിരിച്ചാലും ഒരേ രീതിയിലുള്ള സിഗ്നൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക, നോയ്സ് കിട്ടിക്കൊണ്ടിരിക്കുക. ഈ നോയ്സ് ഇവർക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ല. ഓക്കെ, അപ്പോഴാണ് ഇവർ പല രീതിയിൽ നോയ്സ് ഒഴിവാക്കാൻ ശ്രമിച്ചു. ഒഴിവാക്കാൻ കഴിയുന്നില്ല മനസ്സിലായപ്പോഴാണ് ഇവർ ഇങ്ങനെ ഒരു ഐഡിയ ആലോചിച്ചു, മേ ബി ദർ ഈസ് ആക്ച്വലി സംതിങ് കമ്മിങ് ഇൻ. അപ്പോൾ ഇവർ ആക്ച്വലി ഇത് കണ്ടുപിടിച്ചു. ഇങ്ങനെയുള്ള സ്റ്റഡീസ് കണ്ടുപിടിച്ചത് ഇങ്ങനെയുള്ള റേഡിയേഷൻ ആക്ച്വലി നമ്മുടെ ഇതിലേക്ക് വരുന്നുണ്ട്. ഈ റേഡിയേഷന്റെ വേവ് ലെങ്ത് നമുക്ക് ഏകദേശം കണ്ടുപിടിക്കാൻ കഴിയും. റേഡിയേഷന്റെ വേവ് ലെങ്ത് ഇവർ കാൽക്കുലേറ്റ് ചെയ്തു. ഇറ്റ്സ് അബൌട്ട് 7.35 സെന്റിമീറ്റർ. മൈക്രോവേവ് റീജിയണിലാണ് ഈ വേവ് ലെങ്ത് ഉള്ളത്. ഓക്കെ, ഇത് ഈ ഒരു സെറൻഡിപ്പിറ്റസ് ഡിസ്കവറിക്ക് ശേഷം വളരെയധികം, കാരണം നമ്മുടെ 3 ലക്ഷം വർഷം മുമ്പ് യൂണിവേഴ്സിന്റെ സ്റ്റേറ്റ് നമുക്ക് ഈ ഫോട്ടോൺസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദിസ് ഫോട്ടോൺസ്, ദിസ് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ contains information about the past of our universe. Okay, past of our universe. 3 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം. Right, we'll see the exact number later on. All right. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ ഫോട്ടോണിൽ നിന്നുള്ള ഇൻഫർമേഷൻ, അതായത് നമ്മുടെ യൂണിവേഴ്സിനെ, പഴയ കാലത്തുള്ള യൂണിവേഴ്സിനെ ഒബ്സർവ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഈ മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനെ പഠിക്കുകയാണെങ്കിൽ. റൈറ്റ്, സോ ഇഫ് യു ഒബ്സർവ് ദിസ് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ, യു ആർ ആക്ച്വലി ഗെയിനിങ് ഇൻഫർമേഷൻ അബൌട്ട് ആൻ ഏർലിയർ സ്റ്റേജ് ഓഫ് ദ യൂണിവേഴ്സ്. അപ്പോൾ ഇതിനുവേണ്ടി സാറ്റലൈറ്റ്, ഓക്കെ, കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് എക്സ്പ്ലോറർ, അതുപോലെ മൈക്രോവേവ് അനൈസോട്രോപ്പി പ്രോബ്, ഇങ്ങനെയുള്ള പ്രോബ്സ്, ഇങ്ങനെയുള്ള സാറ്റലൈറ്റ്സ് ഉപയോഗിച്ച് തന്നെ ഈ മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നൗ ദിസ് ഇസ് എൻ അക്സെപ്റ്റഡ് ഫാക്ട്. ഓക്കെ, പക്ഷേ സ്റ്റഡി സ്റ്റേറ്റ് ഇത് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്തുകൊണ്ട് ഉണ്ടാവണം എന്നുള്ളത് സ്റ്റഡി സ്റ്റേറ്റ് കോസ്മോളജിയിൽ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷന്റെ ഡിറ്റക്ഷനോടെ സ്റ്റഡി സ്റ്റേറ്റ് ഹൈപ്പോത്തസിസ് ഫെൽ ഔട്ട് ഓഫ് ഫേവർ. അതുപോലെ പ്ലാങ്ക് സാറ്റലൈറ്റ്, ഓക്കെ, വി ആർ സ്റ്റഡിങ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദിസ്. ഓക്കെ, വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ, നമ്മുടെ യൂണിവേഴ്സിന്റെ ആദ്യകാലത്തെ ഡെൻസിറ്റി വേരിയേഷൻസിനെ കുറിച്ചൊക്കെ വളരെ വാല്യൂബിൾ ആയ ഇൻഫർമേഷൻ ഇത്തരം പഠനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ബൈ ദിസ് ബിഗ് ബാങ് മോഡൽ came to the forefront, and steady state model was largely discarded. Right? Some people are still working with steady state model, but it's not main ആയിട്ടുള്ളൊരു സീരിയസ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ളൊരു ഹൈപ്പോത്തസിസ് അല്ല. നമ്മൾ യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ യൂണിവേഴ്സിനെ കുറിച്ചുള്ള മോഡലിൽ നല്ലൊരു ഭാഗം ആൾക്കാർ ഇന്ന് ബിഗ് ബാങ് മോഡലാണ്, ഏതെങ്കിലും തരത്തിലുള്ള ബിഗ് ബാങ് മോഡലാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഡാർക്ക് മാറ്റർ.
ഡാർക്ക് മാറ്റർ. ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി ഇൻവിസിബിൾ മാറ്റർ എന്നുള്ള പേരായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇൻവിസിബിൾ മാറ്റർ. ഡാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ഇൻവിസിബിൾ, അത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത്. ഓക്കെ, ഈ ഡാർക്ക് മാറ്ററിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഇൻവിസിബിൾ മാറ്ററിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഗാലക്സിയുടെ ഔട്ടർ റീജിയനിലുള്ള സ്റ്റാർസിന്റെ റൊട്ടേഷൻ വെലോസിറ്റി നോക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ടാൻജൻഷ്യൽ വെലോസിറ്റി, എത്ര സ്പീഡിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഈ ഗാലക്സിയുടെ പുറമേക്കുള്ള റീജിയൻസിൽ, ഔട്ടർ റീജിയൻസിലുള്ള സ്റ്റാർസ്, അതിന്റെ ടാൻജൻഷ്യൽ വെലോസിറ്റി എന്താണ്, ടാൻജൻഷ്യൽ വെലോസിറ്റി എന്താണെന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. ഈ ടാൻജൻഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള തിയറീസിൽ നിന്ന് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് കെപ്ലേഴ്സ് ലോ, അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ, അല്ലെങ്കിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഇതൊക്കെ അനുസരിച്ച് നമ്മൾ ഈ സ്റ്റാറിന്റെ വെലോസിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ആ പ്രതീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്പീഡാണ്, ടാൻജൻഷ്യൽ വെലോസിറ്റിയാണ് കാണുന്നത്. അപ്പോൾ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഡാർക്ക് മാറ്റർ എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. അതിലേക്ക് പോകുമ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ കാണിക്കുന്നത് സ്പൈറൽ ഗാലക്സീസ് ആണ്, സ്പൈറൽ ഷേപ്പിലുള്ള ഗാലക്സീസ് ആണ്. അപ്പോൾ അതിന് ഉദാഹരണം മിൽക്കി വേ ഗാലക്സി. മിൽക്കി വേ ഗാലക്സി പറഞ്ഞൊരു സ്പൈറൽ ഗാലക്സിയാണ്. ഓക്കെ, ഇതിൽ ഒരു ഗാലക്സി ലൈക്ക് 10⁻11 സ്റ്റാർസ്. ഓക്കെ, ആൻഡ് ഓൾ ദി സ്റ്റാർസ് ആർ ബൗണ്ട് ഗ്രാവിറ്റേഷനലി, ഇതെല്ലാം കൂടെ ഗ്രാവിറ്റേഷനലി ബൗണ്ട് ആയിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. ഇതിന്റെ ഡയാമീറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ 10 to 50 കിലോ പാർസെക്, അതാണ് അതിന്റെ ഡയാമീറ്റർ ആയിട്ട് വരുന്നത്. നമ്മൾ ഈ ഗാലക്സീസ് നോക്കുകയാണെങ്കിൽ they have a bright central region, ഒരു സെൻട്രൽ റീജിയൻ ഉണ്ട്, and there are several spiral arms. Okay, അങ്ങനെ അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു ഫ്ലാറ്റ് ഡിസ്ക് ആയിട്ടാണുള്ളത്. അപ്പോൾ ഇതിന് റൊട്ടേഷൻ ഉണ്ട്, ഗാലക്സീസിന് റൊട്ടേഷൻ ഉണ്ട്. ഇറ്റ് റൊട്ടേറ്റ്സ് അബൌട്ട് an axis perpendicular to the plane of the disk. Okay, ഡിസ്കിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ഉള്ള ആക്സിസ് ഒക്കെ ഇതിനെ അപേക്ഷിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ റൊട്ടേഷൻ സ്പീഡിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. Okay. The sun, which is in one of the spiral arms of our galaxy at a distance of 8.5 kiloparsec from the center, has a tangential velocity of 220 km per second. ഇതുപോലെ ഈ സെന്ററിനെ അപേക്ഷിച്ചുള്ള അതിന്റെ ടാൻജൻഷ്യൽ വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മുടെ സണ്ണിന്റെ ടാൻജൻഷ്യൽ വെലോസിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ 220 km per second എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇത് ഗ്രാവിറ്റേഷണലി ബൗണ്ട് ആയതുകൊണ്ട്, ഈ സ്റ്റാർസ് ഗ്രാവിറ്റേഷണലി ബൗണ്ട്. Now the galaxy is a gravitationally bound system. സ്റ്റാർസിന്റെ ഒരു ഗ്രാവിറ്റേഷണലി ബൗണ്ട് ആയിട്ടുള്ള സിസ്റ്റമാണ് ഗാലക്സി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി ഉപയോഗിച്ച് നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാം. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി ഉപയോഗിച്ച് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇറ്റ് ലീഡ്സ് ടു വാട്ട് വി നോ ആസ് കെപ്ലേഴ്സ് തേർഡ് ലോ. ഓക്കെ, ഇറ്റ് റിലേറ്റ്സ് ദ പീരിയഡ് ടി ഓഫ് ദ ഓർബിറ്റ് ടു ദ റേഡിയസ്. ഓക്കെ, റേഡിയസും പീരിയഡും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ലോ ആണ് കെപ്ലേഴ്സ് തേർഡ് ലോ എന്ന് പറയുന്നത്. കെപ്ലർ ഇത് കണ്ടുപിടിച്ചത് ആക്ച്വലി ഒബ്സർവേഷനിലായിട്ടാണ്, ഡേറ്റ അനലൈസ് ചെയ്യുന്നതിലൂടെയാണ്. പക്ഷെ നമുക്കറിയാം ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷണൽ ലോ ഉപയോഗിച്ച് നമുക്ക് ഡിറൈവ് ചെയ്യാം എന്നറിയാം. അപ്പോൾ കെപ്ലേഴ്സ് തേർഡ് ലോ പറയുന്നത് ഇതാണ്: the squares of the orbital periods of the planets are directly proportional to the cubes of the semi-major axis of their orbits. നമുക്കിതിപ്പോൾ ആക്ച്വലി നമുക്കിത് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഉപയോഗിച്ച് ഇതേ റിസൾട്ട് ഡിറൈവ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ ഗാലക്സിയുടെ ഔട്ടർ റീജിയൻസിലുള്ള സ്റ്റാർസിന്റെ കാര്യത്തിലും ശരിയാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ശരിയാണെന്ന് അസ്യൂം ചെയ്യാനുള്ള ശരിയാണ്, ഇറ്റ് വർക്ക്സ്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഈ ഗാലക്സിയുടെ ഔട്ടർ റീജിയൻസിലുള്ള സ്റ്റാർ എന്ന് പറയുമ്പോൾ ഗാലക്സിയുടെ സെൻട്രൽ റീജിയനിലാണ് മോസ്റ്റ് ഓഫ് ദ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ വിസിബിൾ ആയിട്ടുള്ള മാറ്റർ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ദ വിസിബിൾ മാറ്റർ ഇസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെന്റർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്ന രീതിയിൽ തന്നെ ഈ ഗാലക്സിയുടെ സെന്ററിന് ചുറ്റും ഈ സ്റ്റാർസ് കറങ്ങുന്നത് നമുക്ക് കണക്കാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അതിന്റെ പീരിയഡ് എന്ന് പറയുന്നത് അതിന്റെ സെമി മേജർ ആക്സിസിന്റെ റേഡിയസുമായിട്ട് ഈ രീതിയിൽ റിലേറ്റഡ് ആണ്. ഓക്കെ, ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 4π സ്ക്വയർ ഡിവൈഡ് ബൈ gm/r³. അപ്പോൾ കെപ്ലേഴ്സ് ലോസ് 3 നിയമങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ദിസ് ഇസ് കെപ്ലേഴ്സ് തേർഡ് ലോ. ഇനി ടി എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമാണ്. ഓക്കെ, ടി പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ടാൻജൻഷ്യൽ സ്പീഡ് v ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇത് കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ലെറ്റ്സ് സേ ദാറ്റ് ഇറ്റ് ട്രാവൽസ് ഡിസ്റ്റൻസ് 2πr. ഈ 2πr എന്നുള്ള ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. ഈ 2πr എന്നുള്ള ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയത്താണ് നമ്മൾ പീരിയഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2πr ഡിവൈഡഡ് ബൈ ടി യു ക്യാൻ റൈറ്റ് ആസ് ദ വെലോസിറ്റി. ദിസ് കോൾഡ് ദ ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് ദ സ്റ്റാർ. Okay, so from here we can write, okay, t is equal to 2πr divided by v. Alright, ഇനി t നമ്മൾ ഇവിടെ ഓൾറെഡി എഴുതിയിരുന്നു. കെപ്ലറിന്റെ നിയമം ഉപയോഗിച്ച് നമ്മൾ ഇത് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ we can solve for v and v will be equal to square root of gm divided by r.
ഓക്കെ, അപ്പൊ ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷണൽ നിയമം അനുസരിച്ച് കെപ്ലറിന്റെ നിയമം അനുസരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന ടാൻജൻഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്ന റേഡിയസുമായിട്ട് ഈ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, എം എന്ന് പറയുന്ന ഗാലക്സിയുടെ മാസ് ആണ്. അപ്പൊ അതിന്റെ സെൻട്രൽ റീജിയനിലുള്ള മാസ് ആണ്. വിസിബിൾ മാറ്റർ കാരണമുള്ള മാസ് ആണ്. Right? So m refers to a mass contained within the region of radius r. The sun's tangential velocity suggests that a mass equivalent to 10 raised to 11 solar masses lies within the sun's orbit. ഇവിടെ സൺസ് ഓർബിറ്റ് എന്ന് പറയുന്നത് ഗാലക്സിയുടെ സെന്ററിനെ അപേക്ഷിച്ചുള്ള സണ്ണിന്റെ ഓർബിറ്റ് ആണ്. ഓക്കെ, alright. Now, according to this model, we expect stars beyond the sun to have tangential velocities that decrease with increasing radius. ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിനോമിനേറ്ററിൽ r⁻²² ആണുള്ളത് അല്ലേ. ക്യാൻ റൈറ്റ് ദിസ് ആസ് gm divided by r⁻². Okay, so what we expect is that radius increase ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി കുറയും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. Right? It goes like 1/r⁻², or r⁻⁻1. The planets in the solar system follow this expectation to a very high precision. But when we look at the stars, നമ്മൾ സ്റ്റാർസിനെ നോക്കുകയാണെങ്കിൽ, അതായത് ഗാലക്സിയുടെ ഔട്ടർ ആംസിലുള്ള സ്റ്റാർസിന്റെ വെലോസിറ്റി നോക്കുകയാണെങ്കിൽ ഇത് r⁻⁻1/2 എന്നുള്ള രീതിയിൽ കുറയുന്നതിന് പകരം ഇറ്റ് റിമെയിൻസ് എ കോൺസ്റ്റന്റ്. റൈറ്റ്, ഇഫ് യു ലുക്ക് അറ്റ് ദിസ് പിക്ചർ യു സീ ഇവിടെയാണ് ഇവിടെ നമ്മൾ ഓരോ സ്റ്റാർസിന്റെയും ടാൻജൻഷ്യൽ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്, സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അനുസരിച്ച് പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ സെന്ററിലെ ഡിസ്റ്റൻസ് കൂടുന്തോറും we expect v to go down as r⁻⁻1/2, but it remains almost constant. Sometimes it also increases. ഓക്കെ, ഇനി ഇത് ഗ്രാവിറ്റേഷണൽ നിയമം അനുസരിച്ച് ശരിയാണെങ്കിൽ there should be more mass. ഓക്കെ, ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളിവിടെ gm √gm divided by r⁻1/2 എന്നാണ് എഴുതിയത്. ഓക്കെ, അപ്പൊ നമ്മൾ m കാൽക്കുലേറ്റ് ചെയ്തതിലുള്ള മിസ്റ്റേക്ക് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. അതായത് നമ്മൾ വിസിബിൾ മാസ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത മാസിനേക്കാളും കൂടുതലാണ് ഗാലക്സിയുടെ മാസ് എന്നുള്ള കൺക്ലൂഷനിലെത്താം. ഓക്കെ, ഇതിനെ വിസിബിൾ ഈ മാസ് എന്ന് പറയുന്നത് നമ്മൾ വിസിബിൾ ആയിട്ടുള്ള മാസ് ഓൾറെഡി ഇക്വേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഇത് ബിഹേവ് ചെയ്യുന്നില്ല. സോ വി ബിലീവ് ദർ ഇസ് മോർ മാസ് ഇൻ ദ ഗാലക്സി, ഹിഡൻ ഇൻ ദ ഗാലക്സി. ഇത് വിസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഇൻവിസിബിൾ മാറ്റർ അല്ലെങ്കിൽ ഡാർക്ക് മാറ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഡാർക്ക് മാറ്റർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് വിസിബിൾ അല്ല. ഓക്കെ, അതിൽ നിന്നുള്ള ലൈറ്റോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനോ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. ഓക്കെ, നമ്മളിത് മനസ്സിലാക്കുന്നത് ഗ്രാവിറ്റേഷണലി മാത്രമാണ്. ഇങ്ങനെ എക്സ്ട്രാ മാസ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഗ്രാവിറ്റേഷണലി മാസ് മാത്രമാണ്. അതായത് സ്റ്റാർസിന്റെ റൊട്ടേഷൻ കർവ്സ് നോക്കുന്നതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് there is more mass than what you see, there is more mass than what you can see. അപ്പൊ ഈ പ്ലാനറ്റ്സിന്റെ ടാൻജൻഷ്യൽ സ്പീഡ്സ് ഒക്കെ നമുക്ക് എന്താണ് ഡോപ്ലർ ഷിഫ്റ്റ്, ലൈറ്റിന്റെ ഡോപ്ലർ ഷിഫ്റ്റ് നമ്മുടെ ഡയറക്ഷനിൽ വരുമ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോഴും ഡോപ്ലർ ഷിഫ്റ്റ് ഒക്കെ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതിന്റെ ഈ ഡോപ്ലർ ഷിഫ്റ്റിന്റെ ഡിഫറൻസിൽ നിന്ന് നമുക്ക് അറിയാവുന്ന റിലേഷൻസ് ഉപയോഗിച്ച് വെലോസിറ്റി കണ്ടുപിടിക്കാം. ദിസ് ഇസ് ഫൈൻ. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ റൊട്ടേഷൻ കർവ് എടുക്കുകയാണെങ്കിൽ ടാൻജൻഷ്യൽ വെലോസിറ്റി വേഴ്സസ് ഡിസ്റ്റൻസ് ഫ്രോം സെന്റർ, നമ്മൾ ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ ലോ അനുസരിച്ച് പ്രതീക്ഷിക്കുന്ന കർവ് ഇതാണ്. ഓക്കെ, ബട്ട് ആക്ച്വൽ കർവ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണുള്ളത്. ഓക്കെ, നമ്മൾ സ്റ്റാർസിനെ ഈ ഡയഗ്രാം ഈ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണ്. ഡിസ്റ്റൻസ് ഫ്രോം ദ സെന്റർ വേഴ്സസ് ടാൻജൻഷ്യൽ വെലോസിറ്റി, അല്ലെ ടാൻജൻഷ്യൽ വെലോസിറ്റി വേഴ്സസ് ഡിസ്റ്റൻസ് ഫ്രോം ദ സെന്റർ. ഓക്കെ, അപ്പോൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് വി സീ ദാറ്റ് ദ സ്റ്റാർസ് ലൈ അലോങ് ദിസ് ലൈൻ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ലൈൻ. ഓക്കെ, ദ ടാൻജൻഷ്യൽ rotational velocity of a distant galaxy as a function of the distance from its center. The solid line is the expected r⁻⁻1/2 dependence at distances beyond the central concentration of stars. അപ്പോൾ ഇത്ര വലിയൊരു ഡിഫറൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. Okay, so once again the velocity fails to follow the expected relationship and instead remains constant throughout the visible part of the galaxy. Right? Now, what does this mean? These results are not consistent with Kepler's law, which is based on a large central mass attracting each star toward the center of the galaxy. Okay, നമ്മൾ assume ചെയ്തത് there's a large central mass attracting all other stars എന്നുള്ളതാണ്. Okay, to explain this, okay, to explain a velocity that's constant as a function of radius, we must have mass m that increases linearly with r. Okay, അതായത് മാസ് ഉണ്ടായാൽ മാത്രം പോരാ, പുറമേക്കുള്ള റീജിയനിലേക്ക് പോകുന്തോറും എന്താണ് ഇറ്റ് ഷുഡ് ഇൻക്രീസ് ലീനിയർലി വിത്ത് r. എന്നാൽ മാത്രമേ r⁻⁻1/2 എന്നുള്ള രീതിയിൽ കുറയുന്ന വെലോസിറ്റീസിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഓൺലി ദെൻ ഇറ്റ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ് ബിക്കോസ് വി ഹാവ് സ്ക്വയർ റൂട്ട് ഓഫ് gm/r.
ഓക്കെ, അപ്പോൾ ഇവിടെ ആർ ഇൻക്രീസ് ചെയ്യുന്ന പോലെ തന്നെ ആർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ മാത്രമേ ഈ സ്ക്വയർ റൂട്ട് ഓഫ് ജി എം ബൈ ആർ എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്ത രീതിയിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുള്ളൂ. ഓക്കെ, ബട്ട് ദിസ് എക്സ്പ്ലനേഷൻ ഇസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് വിഷ്വൽ ഒബ്സർവേഷൻസ്. അങ്ങനെ റേഡിയസ് കൂടുമ്പോൾ കൂടുതൽ മാസ് വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. വി ഡോണ്ട് സീ ദാറ്റ്. ഓക്കെ, as far as we know, as far as we see, as far as we understand from the electromagnetic radiation or light, all the mass is concentrated at the center. Okay, and we see that the visual observations പറയുന്നത് most of the light, and for this reason most of the mass is concentrated in the central region. This is what we expect. Now to resolve this dilemma, now we have to explain this. Okay, പിന്നെ നമ്മൾ ന്യൂട്ടന്റെ നിയമമല്ല കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള ഐൻസ്റ്റൈന്റെ നിയമം ഉപയോഗിക്കുകയാണെങ്കിൽ, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതേ റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് ഇതുമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വേറെ റിസൾട്ടും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. വിൽ ഡിസ്കസ് ദാറ്റ് റൈറ്റ് നൗ. Okay, so the suggestion, okay, it has been concluded that there's a large quantity of invisible matter in galaxies, matter that must be present in the galaxy to supply the gravitational force, but that does not give off any light. Okay, gravitational force ഉണ്ടാവുകയും ചെയ്യണം, അതേസമയം അതിൽ നിന്ന് ലൈറ്റ് ഒന്നും വരാനും പാടില്ല. ലൈറ്റ് വരാണ്ട് we would have already seen it. Okay, now to supply the required gravitational force, നമുക്ക് ആവശ്യമായിട്ടുള്ള ഇത്രയും gravitational force, അതായത് ഈ വെലോസിറ്റി, സ്റ്റാർസിന്റെ ഔട്ടർ സ്റ്റാർസിന്റെ വെലോസിറ്റി ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫോഴ്സ് വേണമെങ്കിൽ we must have a mass at least 10 times the mass of the visible matter. നമ്മൾ ഈ കാണുന്ന മാറ്ററിനേക്കാളും 10 മടങ്ങ് മെറ്റീരിയൽ എങ്കിലും ഇൻവിസിബിൾ ആയിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് നമ്മൾ കാണുന്നതിനേക്കാളും 10 മടങ്ങ് മാറ്റർ ആക്ച്വലി ഗാലക്സീസിൽ ഉണ്ടാവണം ഇൻവിസിബിൾ ആയിട്ട്. ഓക്കെ, this means that more than 90% of the matter in the galaxy is in some unknown and invisible form. Okay, now the dark matter permeates the region of space occupied by the galaxy and may surround it in the form of a halo. Okay, the speculations are, this is a hypothesis. This is what we believe. The rotational curve in the mass engane distributed ആയിരിക്കണം എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ we see that it may be surrounded in the form of a halo. Galaxies are observed in gravitationally bound clusters of typically 100 members. The size of a cluster is perhaps 1 megaparsec, about 100 times as large as a typical galaxy. Okay, നമ്മൾ 100 മെഗാപാർസെക് വരെയുള്ള ഡിസ്റ്റൻസസിൽ ഇത് നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ രീതിയിലുള്ള മെഷർമെന്റ്സ് നമ്മൾ നോക്കുമ്പോൾ ഇതേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇത് ഓൾവേസ് സീംസ് ടു ബി മോർ matter. As with individual galaxies, the clusters follow the same rotational behavior discussed above. നമ്മൾ ഇൻഡിവിജ്വൽ ഗാലക്സീസ് അല്ല, ഗാലക്സീസിന്റെ ക്ലസ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിലും സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഓൾ ദീസ് സജസ്റ്റ് ദാറ്റ് ദർ ഇസ് മോർ മാറ്റർ ഇൻ ദ ക്ലസ്റ്റേഴ്സ് ദാൻ വി ക്യാൻ അക്കൗണ്ട് ഫോർ ഫ്രം ദ ഗാലക്സീസ് എലോൺ. നമ്മൾ ക്ലസ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിലും നമ്മൾ കരുതുന്ന ഗാലക്സീസിന്റെ ഇടയിൽ വേറെ മാറ്റർ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ക്ലസ്റ്ററിലുള്ള ഗാലക്സീസിന്റെ റൊട്ടേഷണൽ വെലോസിറ്റിയും കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോഴും ഈ ഗാലക്സീസിന്റെ ഇടയിലും ഇൻവിസിബിൾ ആയിട്ടുള്ള മാറ്റർ ഉണ്ടാവണം എന്നാണ് കൺക്ലൂഡ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഡാർക്ക് മാറ്റർ ഇൻഡിവിജ്വൽ സ്റ്റാർസിനെ മാത്രമല്ല, ഇറ്റ് ഓൾസോ സറൗണ്ട്സ് ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാലക്സീസ്. ഓക്കെ, ഇനി ഇതിന് വേറെ സ്ലൈറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൊരു കൺഫർമേഷൻ വരുന്നുണ്ട്. ഓക്കെ, the light from distant galaxies that passes by a cluster of galaxies on its way to Earth. നമുക്കറിയാം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം ഒരു മാസീവ് ഒബ്ജക്റ്റിന്റെ അടുത്തൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ഇറ്റ് ബെൻഡ്സ്. ഓക്കെ, ദിസ് ഇസ് വാട്ട് വി കോൾഡ് as bending of light, and this provided one of the most famous experimental confirmations of general theory of relativity. മാസീവ് ഒബ്ജക്ട്സിന്റെ അടുത്ത് ലൈറ്റ് ബെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ എത്രത്തോളം ലൈറ്റ് ബെൻഡ് ചെയ്യുന്നതനുസരിച്ച് ഇതിൽ എത്രത്തോളം മാസ് ഉണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഇക്വേഷൻസ് ഉപയോഗിച്ച്. ഓക്കെ, ഇനി ഈ ഗാലക്സിയുടെ അടുത്തോട് വരുന്ന ലൈറ്റിന്റെ ബെൻഡിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കാണുന്നത് ഇതിന് കൺസിസ്റ്റന്റ് ആയിട്ട്, നമ്മൾ ഇത്ര സമയം പറഞ്ഞതിന് കൺസിസ്റ്റന്റ് ആയിട്ട് കൂടുതൽ ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ കൂടുതൽ മാസ് ഈ ഗാലക്സീസിലുണ്ട്. നമ്മൾ വിസിബിൾ മാറ്ററിന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും വളരെയധികം കൂടുതൽ മാസ് അതിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അതായത് സ്റ്റാർസിന്റെ റൊട്ടേഷണൽ കർവ് ഉപയോഗിച്ചും ലൈറ്റിന്റെ ബെൻഡിങ് ഉപയോഗിച്ചും, ഈ ലൈറ്റിന്റെ ബെൻഡിങ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയും. കാരണം ഈ ഗാലക്സീസ് അല്ലെങ്കിൽ ദിസ് ഗാലക്സീസ് ബിഹേവ് ലൈക്ക് എ ലെൻസ്. അതായത് ദൂരെ നിന്ന് വരുന്ന ലൈറ്റിനെ ഇറ്റ് ലെൻസസ്. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയാറുണ്ട്. ബേസിക്കലി ഇറ്റ് ഈസ് ബെൻഡിങ് ഓഫ് ലൈറ്റ്. Alright, the light is deflected by the gravitational field of the cluster in a process known as gravitational lensing. From the amount of deflection of the light, it is possible to reduce the quantity of matter in the cluster. Okay. Now, the results of these observations show that there is much more matter in the cluster
than we would deduce from the luminous matter alone, suggesting a presence of relatively large amounts of dark matter. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഡാർക്ക് മാറ്റർ കൂടുതലുണ്ടാകുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്, അപ്പോൾ ഈ ഒബ്സർവേഷൻസ് ആദ്യമായിട്ട് നടത്തിയപ്പം എന്താണ് ഫേമസ്ലി റിസൾട്ട്സ് മുന്നോട്ട് വെച്ച് വേരാ റൂബിൻ എന്ന് പറഞ്ഞ ഒബ്സർവേഷണൽ ആസ്ട്രോണോമർ ആയിരുന്നു വേരാ റൂബിൻ. ഓക്കെ, സോ she has a big role in this dark matter issue. ഓക്കെ, ഇപ്പൊ ഇനി ചോദ്യം ഇതാണ്, ഇങ്ങനെ ഡാർക്ക് മാറ്റർ ഉണ്ടെങ്കിൽ വാട്ട് ഇസ് ഇറ്റ് മെയ്ഡ് അപ്പ് ഓഫ്, എന്തുകൊണ്ടാണ് ഈ ഡാർക്ക് മാറ്റർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ഓക്കെ, ഇതിനെക്കുറിച്ച് നമുക്ക് തിയറീസ് അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ്, സ്പെക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. വി ഡോണ്ട് നോ വാട്ട് ഡാർക്ക് മാറ്റർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ്. ഓക്കെ, വി ഡോണ്ട് നോ വാട്ട് ഡാർക്ക് മാറ്റർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ്. കാരണം ഈ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്ന സാധനം ലൈറ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. ഇറ്റ് ബിഹേവ്സ് ഓൺ, നമുക്ക് അറിയാവുന്നിടത്തോളം ഇറ്റ് ഇന്ററാക്ട്സ് ഓൺലി ഗ്രാവിറ്റേഷണലി. ഇതിന്റെ ഗ്രാവിറ്റേഷണൽ എഫക്ട്സ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഡാർക്ക് മാറ്ററിനെ കാണുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക്കലി ഇത് ഇന്ററാക്ട് ചെയ്യുന്നില്ല. അപ്പൊ ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്പെക്കുലേഷൻസ് രണ്ട് ഡയറക്ഷനിലാണുള്ളത്. ഒന്ന് പറയുന്നത് മാസീവ് കോമ്പാക്ട് ഹാലോ ഒബ്ജക്ട്സ്, മറ്റൊന്ന് വിംപ്. അതായത് മാസീവ് കോമ്പാക്ട് ഹാലോ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന മെറ്റീരിയൽ ടൈപ്പ് തന്നെയാണ്, പക്ഷേ ബ്ലാക്ക് ഹോൾ പോലെയോ വളരെ മാസീവ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോളിൽ നിന്ന് ലൈറ്റ് പുറത്തു വരില്ല നമുക്കറിയാം, അങ്ങനെ ആയിരിക്കാം എന്നൊരു ഇതുണ്ടാണ്. അതാണ് മാക്കോസ്. മാസീവ് കോമ്പാക്ട് ഹാലോ ഒബ്ജക്ട്സ്. അല്ലെങ്കിൽ വേറെ ഹൈപ്പോത്തിസിസ് പറയുന്നത് ദീസ് ആർ വീക്ക്ലി ഇന്ററാക്ടിങ് മാസീവ് പാർട്ടിക്കിൾസ്, വിംപ്സ്. വീക്ക്ലി ഇന്ററാക്ടിങ് മാസീവ് പാർട്ടിക്കിൾസ്, അതായത് വേറെ തരം പാർട്ടിക്കിൾസ്, നമുക്ക് ഇതുവരെ പരിചയമില്ല, നമ്മുടെ സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സിൽ നമുക്ക് പരിചയമില്ലാത്ത വേറെ തരം പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഡാർക്ക് മാറ്റർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കരുതുന്നവരും ഉണ്ട്. റൈറ്റ്, ഇതിനെയാണ് വീക്ക്ലി ഇന്ററാക്ടിങ് മാസീവ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. വീക്ക്ലി ഇന്ററാക്ടിങ് എന്ന് പറയാൻ കാരണം നമുക്ക് അറിയാവുന്നിടത്തോളം ഇനി ഗ്രാവിറ്റേഷണൽ ഇന്ററാക്ഷൻ മാത്രമേ ഉള്ളൂ. ഈ മാക്കോസ് എന്നുള്ളതിന് നമുക്ക് മാസീവ് ബ്ലാക്ക് ഹോൾസ് ആവാം, ന്യൂട്രോൺ സ്റ്റാർസ് ആവാം, വേറെ വൈറ്റ് ഡ്വാർഫ് സ്റ്റാർസ് ആവാം. ഇറ്റ് കുഡ് ബി എനി സോർട്ട് ഓഫ് തിങ്. ഓക്കെ, ഇനി എന്താണ് വീക്ക്ലി ഇന്ററാക്ടിങ് മാസീവ് പാർട്ടിക്കിൾസ്, ന്യൂട്രിനോസ്. ഓക്കെ, ന്യൂട്രിനോസ് കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്, നമുക്ക് മുഴുവൻ അറിയില്ല. നമ്മൾ നേച്ചറിൽ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡഡ് ന്യൂട്രിനോസ് മാത്രമേ ഉള്ളൂ. വി ഡോണ്ട് സീ റൈറ്റ് ഹാൻഡഡ് ന്യൂട്രിനോസ്. സോ മേ ബി ദിസ് വിംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സം സോർട്ട് ഓഫ് ന്യൂട്രിനോസ്. ഓക്കെ, അല്ലെങ്കിൽ മാഗ്നറ്റിക് മോണോപോൾസ് ആവും. നമുക്കറിയാം മാഗ്നറ്റിക് മോണോപോൾസ് തിയററ്റിക്കലി പല തിയറീസും പ്രഡിക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ദീസ് ആർ നെവർ സീൻ. These magnetic monopoles are never seen. We always see magnetic dipoles. Okay, നമ്മൾ മാഗ്നറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ automatically we get a magnet with two poles. Okay, we never see a magnetic monopole. And other exotic types of stable elementary particles produced during Big Bang. Okay, these are theories. So these are speculations. We don't know what dark matter is made up of. The major difference between the two types of objects is that macros are made from baryons. നമുക്ക് പരിചയമുള്ള baryons കൊണ്ട് തന്നെയാണ് macros എന്ന് പറയുന്ന ഒബ്ജക്ട്സ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. Okay, protons, neutrons, ordinary matter. Okay. While WIMPs are made of some other more exotic type of non-baryonic matter. The standard model of particle physics നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സിൽ ഇന്ന് വരെ ഇല്ലാത്ത പുതിയ തരം പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കാം ഡാർക്ക് മാറ്റർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കരുതുന്നവരും ഉണ്ട്. ഡാർക്ക് മാറ്റർ ഉണ്ട് എന്നുള്ളത് എന്തായാലും നമുക്കറിയാം. പക്ഷെ നമ്മൾ എർത്തിലുള്ള എക്സ്പീരിയൻസിലുള്ള ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പോലെയുള്ള ആക്സിലറേറ്റർ എക്സ്പീരിയൻസിലൊന്നും ഇത്തരത്തിലുള്ള വേറെ രീതിയിലുള്ള മാറ്ററിന്റെ ഇന്ററാക്ഷൻസ് ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. വി ഹാവ് നെവർ സീൻ ദിസ് ഇൻ എർത്ത്. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ എർത്തിൽ നടത്തുന്ന എക്സ്പീരിയൻസിലൊന്നും ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആകെ ഇതിന്റെ എഫക്റ്റ് നമ്മൾ അറിയുന്നത് ഈ ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് മൂലം മാത്രമാണ്. Okay, so current theory suggests that most of the dark matter is of the non-baryonic form. ഇപ്പോൾ പൊതുവെ നമ്മൾ വിശ്വസിക്കുന്നത് നോൺ ബാരിയോണിക് ആണെന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ എന്ത് തരം മാറ്റർ ആണെന്ന് നമുക്ക് അറിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ നോൺ ബാരിയോണിക് ആയിട്ടുള്ള ഒരു മാറ്ററും ലാബോറട്ടറിയിൽ നമ്മൾ ഇന്ന് വരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഡാർക്ക് മാറ്റർ. ദാറ്റ് ഈസ് ഡാർക്ക് മാറ്റർ. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഡാർക്ക് എനർജി. നമ്മുടെ യൂണിവേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഡാർക്ക് എനർജി എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ ഡാർക്ക് എനർജി എന്ന് പറയുന്നത് ആക്ച്വലി എക്സ്പാൻഷൻ, നമ്മുടെ യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ നോക്കും. നമുക്കറിയാം യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷനലി ബൗണ്ട് ആണ്, പരസ്പരം അട്രാക്റ്റിംഗ്. ഗ്രാവിറ്റേഷൻ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, ഇറ്റ്സ് ഓൾവേസ് അട്രാക്റ്റീവ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ എക്സ്പാൻഷന്റെ സ്പീഡ് കുറഞ്ഞു വരുന്നുള്ളതാണ്. കാരണം ഗ്രാവിറ്റി ഇസ് ട്രൈങ് ടു പുൾ ഓൾ ദീസ് പാർട്ടിക്കിൾസ്, ഓൾ ദീസ് ഗാലക്സീസ് ടുഗെദർ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ എക്സ്പാൻഷന്റെ വേഗത കുറഞ്ഞു വരുന്നുള്ളതാണ്. റൈറ്റ്, പക്ഷെ റീസെന്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ഇൻ ദ പാസ്റ്റ് ഡിക്കേഡ്സ്, റൈറ്റ്, ഒബ്സർവേഷൻസ് കാണിക്കുന്നത് ഈ എക്സ്പാൻഷന്റെ റേറ്റ് കുറഞ്ഞു വരുന്നതിന് പകരം ഇൻക്രീസ് ചെയ്യുകയാണെന്നുള്ളതാണ്. ഓൾറൈറ്റ്, സോ വാട്ട് വി സീ ഇസ് ദാറ്റ് ദ എക്സ്പാൻഷൻ ഇസ് ആക്ച്വലി ആക്സിലറേറ്റിംഗ്. ഓക്കെ, ഇത് നമ്മൾ ഗ്രാവിറ്റേഷനിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. എക്സ്പാൻഷൻ ആക്ച്വലി ആക്സിലറേറ്റിംഗ് ആണെന്നുള്ളത്.
ഓക്കെ, അപ്പൊ ഈ ആക്സിലറേഷന് കാരണമായിട്ട് ഈ ആക്സിലറേഷന് കാരണമായിട്ട് വേറെ തരം എനർജി സ്പേസ് ടൈമിന്റെ ഫാബ്രിക്കിൽ തന്നെ ഉണ്ട് എന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഇതിന്റെ ഒരു പോസിബിൾ എക്സ്പ്ലനേഷൻ ആണ് എന്തുകൊണ്ടാണ് ഈ ആക്സിലറേറ്റഡ് എക്സ്പാൻഷൻ ഉണ്ടാകുന്നത് എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്, ഒരു പോസിബിൾ എക്സ്പ്ലനേഷൻ ആണ് ഡാർക്ക് എനർജി എന്ന് പറഞ്ഞൊരു എനർജി സ്പേസ് ടൈം ഫാബ്രിക്കിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് ഓൺലി വേ ടു എക്സ്പ്ലെയിൻ the accelerated expansion of the universe. Okay, now dark energy has been the most accepted premise to account for the accelerated expansion. Right, വേറെ എങ്ങനെ ഇതിനെ വിശദീകരിക്കുന്ന അറിയില്ല. അപ്പൊ ഡാർക്ക് എനർജി എന്താണെന്നുള്ളതിന് വീണ്ടും പലതരം കാൻഡിഡേറ്റ്സ് ഉണ്ട്. Right, it could be what we call as a cosmological constant. അത് ഐൻസ്റ്റൈൻ്റെ ഫീൽഡ് ഇക്വേഷൻസ് എടുക്കുകയാണെങ്കിൽ അതിനിങ്ങനെ ഒരു എക്സ്ട്രാ ടേം ആഡ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. Right, this equation has a freedom to add, okay, it allows a freedom to add an extra term. Right, അപ്പൊ ഇത് വേറെ കാരണങ്ങൾക്ക് വേണ്ടി മുൻപ് ആഡ് ചെയ്തിട്ട് കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്നുള്ള പേര്. അതായത് ഐൻസ്റ്റൈൻ ആദ്യകാലത്ത് വിചാരിച്ചിരുന്നത് യൂണിവേഴ്സ് സ്റ്റാറ്റിക് ആണെന്നാണ്. ഓക്കെ, പക്ഷെ ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻസ് കാണിക്കുന്ന യൂണിവേഴ്സ് സ്റ്റാറ്റിക് ആവില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഹാവ് എ സ്റ്റാറ്റിക് യൂണിവേഴ്സ് എന്നുള്ളതാണ് ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻസ് കാണിക്കുന്നത്. അപ്പൊ ഈ സ്റ്റാറ്റിക് അല്ലാത്ത യൂണിവേഴ്സിനെ സ്റ്റാറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ഐൻസ്റ്റൈൻ ഈ ഫ്രീഡം ഉപയോഗിച്ച് കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു ടേം എക്സ്ട്രാ ആഡ് ചെയ്യുകയുണ്ടായി സ്വന്തം ഇക്വേഷൻസിൽ, ഫീൽഡ് ഇക്വേഷൻസിൽ. ഓക്കെ, പക്ഷെ പിന്നീട് യൂണിവേഴ്സ് ആക്ച്വലി എക്സ്പാൻഡ് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ ഐൻസ്റ്റൈൻ ഇത് തള്ളിക്കളഞ്ഞു. ഐൻസ്റ്റൈൻ ഇത് ആക്ച്വലി പ്രൊഡിക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു, യൂണിവേഴ്സ് ഷുഡ് ബി എക്സ്പാൻഡിങ് ഓർ കോൺട്രാക്ടിങ് എന്ന് പ്രൊഡിക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ ഐൻസ്റ്റൈൻ അന്നത്തെ അറിവനുസരിച്ച് യൂണിവേഴ്സ് സ്റ്റാറ്റിക് ആണ്, അതുകൊണ്ട് സ്വന്തം ഇക്വേഷനിലുള്ള ഒരു ഫ്രീഡം ഉപയോഗിച്ച് കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഗ്രാവിറ്റേഷണൽ പുള്ളിനെ എക്സാക്ട്ലി കൗണ്ടർ ബാലൻസ് ചെയ്യുകയും സ്റ്റാറ്റിക് ആയിട്ടുള്ള യൂണിവേഴ്സ് കിട്ടുകയും ചെയ്യും എന്നാണ് വിചാരിച്ചിരുന്നത്. Later, when we understood that universe is expanding, Einstein actually rejected this idea and he said that this is the biggest blunder in his life. സ്വന്തം ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലണ്ടർ ആണ് ഈ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് ഐൻസ്റ്റൈൻ പറയുകയുണ്ടായി. റൈറ്റ്, പക്ഷേ ഈ ഡാർക്ക് എനർജിയുടെ ഒരു പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ് ഈ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് ഫോമിലുള്ള ഐൻസ്റ്റൈൻ ചൂണ്ടിക്കാണിച്ച ഈ ഫ്രീഡം, ഇക്വേഷനുള്ള ഫ്രീഡം ഉപയോഗിച്ച് എക്സ്ട്രാ ടേം, റൈറ്റ്, അതായത് ഈ ഗ്രാവിറ്റേഷൻ എന്താണ് പരസ്പരം അട്രാക്ട് ചെയ്യുന്നത് മാത്രമല്ലാതെ വികസനത്തിന് കാരണമാണ്, എക്സ്പാൻഷന് കാരണമാണ് ഒരു എക്സ്ട്രാ ടേം ഇതിനകത്ത് ആഡ് ചെയ്യാം, അല്ലെ സ്പേസ് ടൈമിന്റെ തന്നെ എനർജി ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം എന്നുള്ള രീതിയിൽ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്നുള്ള ഉപയോഗിച്ച് ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻസിന് ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു ടേം ആഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദാറ്റ്സ് പോസിബിൾ. അപ്പൊ ഈ ഡാർക്ക് എനർജി എന്തായിരിക്കും എന്നുള്ളത് ഇറ്റ് ഷുഡ് ബി സം സോർട്ട് ഓഫ് എ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്നുള്ള ഒരു വ്യൂ പോയിന്റ് വളരെ സീരിയസ് ആയിട്ട് ആൾക്കാർ പരിഗണിക്കുന്നുണ്ട്. Right? So that's a brief survey of cosmology. കോസ്മോളജിയുടെ ഭാഗമായിട്ട് നമ്മൾ കണ്ടത് യൂണിവേഴ്സിന്റെ എക്സ്പാൻഡ് ചെയ്യുന്ന യൂണിവേഴ്സ്, ഓക്കെ, അതുപോലെ മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ, ഓക്കെ, ബിഗ് ബാങ് തിയറി അല്ലെ ബിഗ് ബാങ് ഹൈപ്പോത്തിസിസ് പ്രൊഡിക്ട് ചെയ്യുന്ന മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ റൊട്ടേഷൻ കർവ്, ഗാലക്സീസിലുള്ള സ്റ്റാർസിന്റെ അല്ലെ ക്ലസ്റ്ററിലുള്ള ഗാലക്സീസിന്റെ റൊട്ടേഷണൽ സ്പീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ വിസിബിൾ മാറ്റർ അല്ലാതെ വേറെ ഇൻവിസിബിൾ ആയിട്ടുള്ള മാറ്റർ ഉണ്ട്, അതിനാണ് നമ്മൾ ഡാർക്ക് മാറ്റർ എന്ന് വിളിക്കുന്നത്. ഡാർക്ക് എനർജി ഡാർക്ക് മാറ്ററിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡാർക്ക് എനർജി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ സ്പേസ് ടൈമിനെ എന്താണ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനെയാണ് ഡാർക്ക് എനർജി എന്ന് പറയുന്നത്. ഡാർക്ക് എനർജി എന്നുള്ള ഐഡിയ മുന്നോട്ട് കൊണ്ടുവന്നത് ഈ യൂണിവേഴ്സിന്റെ ആക്സിലറേറ്റഡ് എക്സ്പാൻഷൻ എന്നുള്ള ഒബ്സർവേഷനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ വിത്ത് ദാറ്റ് വി കംപ്ലീറ്റ് അവർ സർവേ ഓഫ് കോസ്മോളജി. In the next couple of classes, we'll discuss general theory of relativity. Okay, cosmology നമ്മൾ ഈ കണ്ട കാര്യങ്ങൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നുള്ളത് കാണാം. ഓക്കെ, ഇതിനു മുമ്പ് നമുക്ക് ചെറിയൊരു കാൽക്കുലേഷൻ ചെയ്യണം. നമ്മൾ മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഇതിന്റെ എനർജി ഡെൻസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെ ബേസിക് ഐഡിയാസ് ഓൾറെഡി കണ്ടിട്ടുണ്ടോ, മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ ബോസ് ഐൻസ്റ്റൈൻ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ പ്ലാങ്ക്സ് റേഡിയേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഡാർക്ക് മാറ്റർ അല്ല, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള റേഡിയേഷന്റെ എനർജി ഡെൻസിറ്റി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. Alright, and then we'll move on to general theory of relativity and cosmology. Alright, so I'll conclude for now. Thank you.